സ്തോത്രം. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ താളുകളിലെ വാക്യങ്ങളാണ്. സമയമടുത്തിരിക്കുകയാൽ വരുവാനുള്ള സംഭവത്തെ കുറിച്ചുള്ള, ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത്, അവകളെക്കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് തന്റെ ദാസനായ അല്ലെങ്കിൽ തന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഭാവിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്, അവകൾ മുഴുവൻ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ സംസാരിക്കുകയാണ്. സമയം അടുത്തിരിക്കയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സംഭവിച്ചു തുടങ്ങുവാനുള്ള സമയമടുത്തിരിക്കയാൽ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. സ്തോത്രം. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത്. രണ്ടും ലോകത്തിൽ ഇനി വരുവാൻ പോകുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിശദീകരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? വാക്കുകൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇന്നാൾ നിന്നതുപോലെ എന്താ പറയുക, എനിക്ക് ശാന്തമായി നിന്ന് സംസാരിച്ച് മനസ്സിലാക്കി തന്നു പോകാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഇങ്ങനെ കമ്പിവാചകം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കൂടെ എത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ എത്തുന്നത് പോലെ മിണ്ടാതിരുന്നുകൊണ്ടാ മതി, ബാക്കിയെല്ലാം ശരിയായിക്കോളും. ഓക്കെ. അപ്പോ ഈ ഭാവിയിൽ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ഭൂമിയിൽ സംഭവിക്കുവാനിരിക്കുന്ന സംഭവങ്ങളുടെ മുഴുവൻ ഒരു ചെറിയൊരു രൂപരേഖ യോഹന്നാൻ അപ്പോസ്തലന് കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, സമയം അടുക്കുകയാണ്, അതുകൊണ്ട് പുസ്തകത്തിന് മുദ്രയിടരുത്. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന് ഇതിനേക്കാളും ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് ദാനിയേലിനോട് പറയുകയാണ്, ഈ പുസ്തകം മുദ്രയിട്ടേക്കുക, ഇത് ഭാവി കാലത്തേക്കുള്ളതാണ്. സ്തോത്രം. അങ്ങനെ രണ്ട് പുസ്തകങ്ങൾ കമ്പൈൻ ചെയ്താണ് നമുക്ക് ഇന്ന് സംസാരിച്ച് പോകാനുള്ളത്. കുറെ ഇച്ചിരി മാർമികമായ കാര്യങ്ങൾ ഞാൻ ടപ്പേന്ന് അങ്ങ് പറഞ്ഞു പോകും. കുറച്ചെങ്കിലും ഐഡിയ ഉള്ളവർക്ക് പിടികിട്ടും, ഇല്ലാത്തവർ പിന്നീട് ഈ പറഞ്ഞ യൂട്യൂബിൽ കയറി നിങ്ങൾ പിന്നെയും നിങ്ങളൊന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി കുറച്ച് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അത് പറയുവാൻ തൽക്കാലം നിർവാഹമില്ല, സാരമില്ല. ഓക്കെ, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ മുമ്പിലോട്ട് പൊക്കോളുവാൻ ബൈബിൾ അനുവാദം നൽകുകയാണ്. തിരുവെഴുത്തുകളെ ദേശത്തിൽ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞ് രക്ഷയുടെ സന്ദേശം അറിയിക്കുമ്പോഴും തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദാറ്റ് മീൻസ് താല്പര്യമുള്ളവർ ഗുണപ്പെട്ടാൽ മതി. അതാണ് എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാടൻ ഭാഷയിൽ വേണമെന്നുള്ളവൻ കേൾക്കട്ടെ. പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നടക്കും, അവകൾക്കൊന്നും വ്യത്യാസം വരില്ല. താല്പര്യമുള്ളവൻ കേൾക്കട്ടെ. കാരണം അവനവൻ വ്യക്തിപരമായിട്ടാണ് ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരിക. ഒരു ദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ MLA MP തിരഞ്ഞെടുത്ത് പറഞ്ഞു വിടുന്നത് പോലെ അങ്ങനെ ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത് ന്യായാസനത്തിന് മുമ്പിൽ പറഞ്ഞു വിടാനാവില്ല. ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us, നമ്മൾ ഓരോരുത്തരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായി വരും. ഏത് പ്രായക്കാരനായാലും, ആണായാലും പെണ്ണായാലും, ഏത് കപ്പാസിറ്റിയിൽ നിൽക്കുന്നയാളായാലും നമ്മൾ എല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ നിന്നേ മതിയാകൂ എന്ന വസ്തുത മറക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്തോത്രം. ബൈബിൾ ആരെയും നിർബന്ധത്താൽ മാനസാന്തരപ്പെടാൻ പ്രഷർ ചെയ്യുന്നില്ല. പക്ഷെ യേശുക്രിസ്തു ഉറപ്പിച്ചു പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകാൻ ആർക്കും കഴിയുകയില്ല. അതിനകത്ത് ആരെയും മാറ്റി നിർത്തിയില്ല. രാഹുൽ ഗാന്ധി ആയാലും, നരേന്ദ്രമോദി ആയാലും, ഒബാമ ആയാലും, ആര് തന്നെ ആയാലും, സ്തോത്രം, ജോ ബൈഡൻ ആയാലും, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയാലും, ആര് തന്നെ ആയാലും, സ്തോത്രം, മാനസാന്തരപ്പെടാതെ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ആർക്കും ആവില്ല. സ്തോത്രം. ആരെയും അതിനകത്ത് എന്താ പറയാ മാറ്റി നിർത്തിയിട്ടില്ല. അക്കാര്യവും നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കും. അവനവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഭയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇത് വളരെ മനോഹരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ രാവിലെ ഓർപ്പിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ ഒരു എന്താ പറയാ ഓഫീസേഴ്സ് കുറച്ച് പേര് വചനം പഠിക്കുവാൻ വേണ്ടി വന്നു. അതിൽ അവരുടെ അവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ സയന്റിസ്റ്റുമാരടക്കം അവർ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അതിന്റെ സയന്റിസ്റ്റ് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞത്, അയാൾ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരാളിന്റെ വീട്ടിൽ അവർ വെറുതെ എന്തോ ഒരു കാര്യത്തിന് വിസിറ്റിങ്ങിന് വേണ്ടി അവർ പോയി. വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യത്തിന് വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടി അവർ പോയി. ഹിന്ദു ഒരു വീട്ടിലേക്ക് അവർ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിയുടെ അമ്മ ഇവരോട് ചോദിക്കുകയാണ്, സാർ, ഈ ജീവപുസ്തകത്തിൽ പേരെഴുതേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? അവരത് ഞെട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ അവരുടെ വീട്ടിലൊരു ബൈബിൾ കിട്ടി, അവരത് വായിച്ചു, മനസ്സിലാക്കി, അതിനകത്ത് നിന്ന് അവർക്കൊരു സൂചന കിട്ടി, പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ഹിന്ദു ആണെന്നറിയണം,
അവർക്ക് യേശുവിനെ പരിചയമില്ല എന്നറിയണം. അപ്പോഴും അവർക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നൊരു സംവിധാനമുണ്ടെന്ന് അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവരുടെ വീട്ടിൽ ചെന്ന ക്രിസ്ത്യാനിയോട് അവരിങ്ങോട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണിതെന്ന്. അതിന്റെ അർത്ഥം ഒരുപാട് ജനം നമ്മുടെ ചുറ്റും രക്ഷയ്ക്കായി കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. നാം ഒന്ന് വായ് തുറന്ന് സംസാരിക്കുവാൻ തയ്യാറായാൽ രക്ഷിക്കപ്പെടുവാൻ പാകത്തിന് അനേകർ ഇരിപ്പുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. എന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ട ഒരുപാട് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. സ്തോത്രം. ഹിന്ദുക്കൾ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആരാധിക്കുവാൻ വരാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഫാമിലിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മൾ വായ് തുറന്ന് സംസാരിക്കുവാൻ തയ്യാറായാൽ കർത്താവിനെ വചനം കൊണ്ടെത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കുവാൻ കഴിയും. സ്തോത്രം. കർത്താവ് അതാ പറഞ്ഞേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ കഴിവോ മികവോ നമ്മുടെ സംസാര ശേഷിയോ നമ്മുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസോ ഒന്നുമല്ല മാനവകുലത്തെ രക്ഷയിലേക്ക് നടത്തുന്നത്. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ജനത്തെ രക്ഷയിലേക്ക് നടത്തുന്നത്. അത് പറയുവാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഒരു വിഷയമല്ല, നമ്മുടെ മറ്റൊരു നിലവാരങ്ങളും വിഷയമല്ല, പറയുവാനുള്ള ഒരു താല്പര്യം മാത്രമാണ് അവിടെ വിഷയം. സ്തോത്രം. നമ്മുടെ വാഗ്വൈഭവം ഒന്നും വേണമെന്നില്ല, നന്നായിട്ട് സംസാരിക്കുവാനുള്ള എന്താ പറയുക വാഗ്ധോരണി ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കുവാൻ കഴിയും, നിങ്ങൾ അങ്ങനെ സംസാരിക്കുവാൻ തയ്യാറാകുക. പരിശുദ്ധാത്മാവ് അവരുടെ വിടുതലിന് വേണ്ടി അവിടെ പ്രവർത്തിക്കും. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കണ്ടോ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തൊരു കാറ്റഗറി പറഞ്ഞിട്ട് പറയുകയാണ്, നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കുലപാതകന്മാർ, ബിംബാരാധികൾ, ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. സ്വതന്ത്രം. വിഗ്രഹാരാധികളടക്കം എല്ലാവരും പുറത്തെന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുവാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, റോമൻ കാത്തലിക്സ് ദൈവജനം എന്ന് പറഞ്ഞവർ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും വിഗ്രഹങ്ങളെ വ്യത്യസ്ത ഇനങ്ങളിൽ ഉണ്ടാക്കി ജനത്തിന്റെ മുൻപിൽ വെച്ചു കൊടുത്ത് ജനത്തെ ആകമാനം ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കവിണ്ണു വീണിച്ച് അവർ ജനത്തെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഇവിടെ പറയുന്നുണ്ടോ, ബിംബാരാധികൾ എല്ലാവരും നരകത്തിലാണ് പോകുന്നത്. ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു സഹോദരൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, വിഗ്രഹാരാധന, ഞാൻ റോമൻ കാത്തലിക് ആണ്, സാറ് പറഞ്ഞ വിഗ്രഹാരാധന ശരി തന്നെയാണ്. അടുത്ത പുള്ളി പറയുകയാണ്, വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. അത് ശരിയാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞതിന് മറുപടി പറയേണ്ടത്. പിന്നീട് അയാള് നീളത്തിന് പറയാ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ. പച്ചയ്ക്ക് നഗ്നമായ നിലയിൽ വിഗ്രഹം ഉണ്ടാക്കി പള്ളിയുടെ എല്ലാ ഇടങ്ങളിലും കൊണ്ടുവച്ച് അതിനെ സേവിക്കുവാൻ തയ്യാറായി നിന്ന് പാപം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ അത് വിഗ്രഹമാണത് മാറ്റാൻ പറയുമ്പോൾ അവൻ കൗണ്ടർ അടിക്കുകയാണ്, ഇതെല്ലാം വിഗ്രഹമാണ്, അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇത് മാറ്റാം. അല്ലേ, ആദ്യം ഇത് മാറട്ടെ, ബാക്കി ഓരോന്നായിട്ട് മാറണം. അയാൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, ദ്രവ്യാഗ്രഹം വിഗ്രഹം തന്നെയാണ്, അല്ലേ. അപ്പൊ അയാൾ പറഞ്ഞ ഫെറാറി കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹം എന്നാണ്, അത് തെറ്റാണ്. ഫെറാറി കാർ ഉപയോഗിക്കുന്നുണ്ടോ, BMW ഉപയോഗിക്കുന്നുണ്ടോ, ഓഡി ഉപയോഗിക്കുന്നുണ്ടോ, റോൾസ് റോയ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല വിഷയം, അത് ഉപയോഗിക്കുന്നതിന്റെ മനോഭാവമാണ് വിഷയം. മാരുതി 800 ഉപയോഗിക്കുന്നവനും അഹങ്കാരിയായിട്ടിരിക്കാം. എന്താണ് നിങ്ങളെല്ലാവരും ഒരുമാതിരി വിഷമം പിടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം കാറിന്റെ പേരുകളാണ്, ഒരു മോശം വാക്കുകളല്ല. ചിലപ്പോൾ നിങ്ങൾ എന്നാലും ഈ മോശം വാക്കുകൾ ഇയാൾ പറഞ്ഞല്ലോ, ഞാൻ മോശം വാക്കുകൾ പറഞ്ഞ കാറുകളുടെ പേരുകൾ എനിക്കറിയാന്നുള്ളത് പറഞ്ഞാൽ വേറെ ഇഷ്ടം പോതിരിയുണ്ട്. സ്വത്രം. ഞാൻ പറഞ്ഞോ, ഏത് വാഹനം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം, അത് ഉപയോഗിക്കുന്ന ആളുടെ മനോഭാവമാണ് വിഷയം. ഞാൻ ഇന്ന വണ്ടിയെ ഉപയോഗിക്കൂ എങ്കിൽ അത് കുറഞ്ഞതായാലും കൂടിയതായാലും അത് പാപം തന്നെയാണ്. പൗലോസ് പറയുന്നത്, എനിക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയാം, എനിക്ക് കുറഞ്ഞ അനുഭവത്തിലിരിക്കാനും അറിയാം, താഴ്ചയിലിരിക്കാനും അറിയാം. ഈ എല്ലാ അനുഭവത്തിലും ഇരിക്കാനുള്ള ഒരു മികവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നു എന്ന് കരുതുകയാണ്. സ്തോത്രം. അല്ലാതെ ഞാൻ കൂടിയതേ ഉപയോഗിക്കൂ അതും പ്രശ്നമാണ്, ഞാൻ കുറഞ്ഞതേ ഉപയോഗിക്കൂ അതും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ? അഡിക്ഷനാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കിടക്കുന്നില്ല. അപ്പൊ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ ഭാഗത്ത് എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നതാണ്. സ്വതന്ത്രം. ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും വലിയൊരു സിന്നാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കടക്കുന്നില്ല. ഇവിടെ പറയുന്നത് അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. നമ്മൾ ഇനി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് പ്രതീക്ഷിച്ചിരിക്കുന്നതിന് കാരണം അതിന്റെ പുറകിലൊരു അല്പം കാര്യം പറയേണ്ടതുണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയാൽ യെഹെസ്കേൽ പ്രവചനം 37 വിശദീകരിക്കാൻ പറ്റില്ല, ഞാൻ തൊട്ടുവെക്കുകയാണ്. 37 സംസാരിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ മടങ്ങിവരവാണ്.
ഞാനൊരു വാക്ക് ഓക്കെ അതോട്ട് തുടങ്ങിയാൽ മതി, അല്ല പിന്നെ അങ്ങോട്ട് പുറകിലോട്ട് പോയി 70-ാം ആഴ്ചയോട്ടൊക്കെ എടുത്താൽ ഇന്ന് അതേ തീരത്തുള്ളൂ. നിങ്ങൾക്ക് എന്താണ് 70 എന്ന് പറഞ്ഞ് തീർക്കാൻ ചിലപ്പോൾ നമ്മുടെ ഈ സമയം തികഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് 70 തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇങ്ങോട്ട് വരാം. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഒരു വലിയ അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിലേക്ക് യെഹെസ്കേലിനെ കൊണ്ടിറക്കിയിട്ട് കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി താഴോട്ട് വായിക്കാൻ മനസ്സിലാവും. അതിനു ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് പറയണം. ആ അസ്ഥികളെ കുറിച്ച് 2-3 വാക്യം താഴേക്ക് വരുമ്പോൾ പറയുന്നു, ആ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ ജനതയോട് പ്രവചിച്ചു പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ജനമേ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവ ഇസ്രായേലിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാണ് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ലാംഗ്വേജ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന്, തകർന്നുപോയ ഇസ്രായേലിനെ നോക്കി, നശിച്ചുപോയ ഇസ്രായേലിനെ നോക്കി കർത്താവ് പറയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച്. കണ്ടോ, അസ്ഥിയായി പോയ ഇസ്രായേലിനോട് പറയാ, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കും. ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ മേൽ മാംസം വെക്കും. വായിക്കേ, നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ്, നിങ്ങളെ ഞാൻ തൊക്കുകൊണ്ട് പൊതിയും. കണ്ടോ, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവത്തിന്, മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ ദൈവത്തിന് ഇവകളെല്ലാം സാധ്യമാണ്. തകർന്നുപോയ ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും, നിന്റെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. ഇതൊക്കെ പറഞ്ഞ ഇസ്രായേൽ, ഇതൊക്കെ പറഞ്ഞ ദൈവമേ ഉറങ്ങിപ്പോയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. തകർന്നുപോയ ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് ലോകം വിറയ്ക്കുന്ന ഒരു വമ്പൻ രാഷ്ട്രമാക്കി ഭൂമിയുടെ മധ്യഭാഗത്ത് കർത്താവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം ജീവിക്കുന്ന ദൈവം തന്നെയാണ്. തകർന്നുപോയ എത്ര സാമ്രാജ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ മണ്ണിലുള്ളത്. ഒരെണ്ണം പോലും തിരിച്ചു വരുന്നില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏറ്റവും ഒടുവിലായി തകർന്നു പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ് രാഹുൽജി കേരളം, എന്താ പറയുക, കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അതായിരുന്നു, നടന്നെത്തുമ്പോൾ കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്ന് അവിടെ എത്തുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. 0 പോയിന്റിൽ കിടന്ന BJP ഇന്ന് കേരളം, ഇന്ത്യ ഭരിക്കുന്ന വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നിരിക്കുന്നു. പക്ഷേ 20, 25 അല്ലെങ്കിൽ 50 കൊല്ലം മുൻപിലേക്ക് ചെല്ലുമ്പോൾ അതും 0യിലേക്ക് തിരിച്ചു പോകും. കാരണം നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന വമ്പൻ ടീമുകൾ അവരെല്ലാവരും 0യിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അത് തന്നെയാണ് ലോകത്തിന്റെ ചരിത്രം. പക്ഷേ ലോകത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിന്നിട്ട് തകർന്നു പോയിട്ട് തിരിച്ചു വന്ന ഒരൊറ്റ സാമ്രാജ്യമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. അതിന്റെ അർത്ഥം അവന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇസ്രായേലിനോട് പറയുക, ഐ ബ്രിങ് യു ബാക്ക്, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. വായിക്കാം, നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം കേട്ടോ. അവിടെ പറയുമ്പോൾ ഇസ്രായേൽ ജനതയുടെ ഒരു റീസ്റ്റോറേഷനെ കുറിച്ചുള്ള സംസാരമാണ്, മടങ്ങി വരവിനെ കുറിച്ചുള്ള ഒരു സംസാരമാണ്. അപ്പോൾ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം ഇസ്രായേലിന്റെ മടങ്ങി വരവിനെ കുറിച്ച് സംസാരിക്കുകയും തൊട്ടടുത്ത് വരുന്ന 38-ാം അധ്യായം ഒരു യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. 38, 39 അധ്യായങ്ങൾ ഒരു യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഇന്ന് ഈ യുദ്ധത്തെ കുറിച്ച് കൂടി ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു വാക്ക് വേണമെങ്കിൽ വായിച്ചേച്ച് അങ്ങ് വിട്ടേക്കാൻ, കാരണം സംടൈംസ് നമുക്ക് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റാതെ പോയാൽ സംസാരിക്കുവാൻ വേണ്ടി വായിച്ചോളൂ. 38-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ് മേശക് തൂബൽ. കണ്ടോ, രോഷ് എന്ന് പറയുന്നത് ഈ വടക്കേറ്റത്ത് കാണുന്ന ഈ റഷ്യ എന്ന രാജ്യമാണ്. കണ്ടോ, വലിയ രാജ്യമാണ് റഷ്യ. കണ്ടോ, അതിന്റെ മാപ്പ് നിങ്ങൾ കാണുന്നത് എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കിയേ. റഷ്യ, ഇതിന്റെ നേതാവാണ് ഇന്ന് വ്ളാഡിമിർ പുടിൻ. ആ റഷ്യയോട് കർത്താവ് പറയാണ്, രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. ദാറ്റ് മീൻസ്
കംപ്ലീറ്റ് റഷ്യയോടും പറയുകയാണ്, ഓക്കെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അവനെ യുദ്ധത്തിന് കൊണ്ടുവരുമെന്നാണ് കർത്താവ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇച്ചിരി കേട്ടോളൂ. ഒത്തിരി നേരം നമുക്ക് സംസാരിക്കാൻ സമയമില്ല ഭാഗം എന്ന് പറഞ്ഞാൽ ഫൈനൽ റൗണ്ടിൽ സംസാരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഥവാ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ മാപ്പ് കാണിച്ചു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഫാസ്റ്റ്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി. റഷ്യയോട് പറയാണ്, ഞാൻ നിന്നെ വഴിതെറ്റിക്കും, നിന്റെ താടിയെല്ലിന് ഞാൻ ചൂണ്ടൽ കൊളുത്തി, നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധവർഗം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്ന ഇറാനാണ്, കണ്ടോ, ഈ കാണുന്ന ഇറാനാണ്, ഇതാണ് പേർഷ്യ. ഓക്കെ, വായിക്കാം. കൂശ്യർ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ലിബിയ ആണ്. ഇതാ ഇവിടെ കാണുന്ന ലിബിയ ഈജിപ്തുമാണ്. ഓക്കെ, വായിക്കാം. പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള വടക്ക് തോഗർമ എന്ന് പറഞ്ഞാൽ ഇത് മധ്യധരണി കടലാണ്. ഇതിന്റെ ഈ മുകളിൽ കാണുന്ന ജർമ്മനിയാണ്, തോഗർമ എന്ന് പറയുന്ന സ്ഥലം. കണ്ടോ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയും രാഷ്ട്രങ്ങളും ഇവിടെ നിന്ന് വരുന്ന ആഫ്രിക്കൻ കൺട്രീസും ദെൻ ഇവിടെ കാണുന്ന ഏഷ്യൻ കൺട്രീസും ഇവരെല്ലാവരും കൂടെ ഈ റഷ്യയോട് ചേർന്ന് ഇവിടെ കാണുന്ന കുഞ്ഞു രാഷ്ട്രമായ ഇസ്രായേലിനോട്, കാണുന്ന എന്ന് പറഞ്ഞാൽ അവിടെ കാണാനില്ല, ചിരി മഞ്ഞ കളർ കാണുന്നുണ്ടോ, ആ സ്ഥലമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ഇത്രയും വലിയ രാജ്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. റഷ്യ എവിടെ കിടക്കുന്നു, ഇസ്രായേൽ എവിടെ കിടക്കുന്നു നോക്കിയാൽ ഇസ്രായേൽ എത്ര ഉണ്ടോ നോക്കിയേ, കാണാൻ പറ്റുന്നില്ല. ഞാനൊരു കൈപ്പത്തിയോടെ വെച്ചിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്, ഉണ്ടോ, അത്രേ ഉള്ളൂ ഇസ്രായേൽ. ഇത്രയും വമ്പൻ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ആ ഇസ്രായേലിനെ അടിക്കാൻ ഭാവിയിൽ വരുമെന്ന് BC 500-കളിൽ പ്രവചനം എഴുതി വെച്ചിരിക്കുകയാണ്. പറഞ്ഞ് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വതന്ത്രം. ഇനി വായിക്കേ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കണം. റഷ്യയോട് പറയുക, you have to be the chief. നീ അവരുടെ മേധാവിയായിട്ടിരിക്കണം. ഇപ്പൊ മേധാവി കിടന്ന് വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, അല്ലേ? ഈ മേധാവി ഈ വലിയ രാഷ്ട്രമായ റഷ്യ അടിക്കാൻ വന്നത് കുഞ്ഞു രാഷ്ട്രമായ ഉക്രൈനെയാണ്. കണ്ടോ, ഈ ഉക്രൈനെയാണ്. കാണാൻ വരുന്നുണ്ട്, എത്ര ചെറുതെന്ന് നോക്കിയേ, അല്ലേ? കാണാൻ വരുന്നുണ്ടല്ലേ? കാണാൻ വരുന്നുണ്ടോ? പിറകിലോട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, കാണാൻ പറ്റുന്ന പോലെ ഇരുന്നാൽ മതി. ഇത് കണ്ടോ, അതാണ് നേരത്തെ വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു പറയുന്നത്. ഓക്കെ, ഇതാണ് വലിയ റഷ്യ, ഇതാണ് കുഞ്ഞു ഉക്രൈൻ. കണ്ടോ, ഈ ഉക്രൈൻ അടിക്കാൻ ഈ വലിയ രാജ്യത്തിന് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ഷെയിം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? ഉക്രൈൻ റഷ്യ അങ്ങ് ഓടിക്കളഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ താടിക്ക് ചൂണ്ടൽ കൊളുത്തും. വാസ്തവത്തിൽ ഇപ്പോൾ റഷ്യയുടെ താടിക്ക് ചൂണ്ടൽ വീണിരിക്കുകയാണ്. റഷ്യ അങ്ങനെ ഓടിക്കളയും എന്നൊന്നും നമ്മൾ കാണണ്ട. പക്ഷെ റഷ്യക്ക് തൽക്കാലം അടിക്കാനൊക്കില്ല. അതിന് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാരണം, തൽക്കാലത്തേക്ക് അടിക്കാൻ ഒക്കാത്തത് വ്ളാഡിമിർ പുടിന്റെ ക്യാൻസർ ഒന്നുമല്ല. അയാൾ ചാകാനിരിക്കുകയാണ്, തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നുമില്ല. ബോംബിട്ട് തകർത്തേക്കാൻ പറഞ്ഞ് തകർത്തിട്ട് അയാൾക്ക് ചത്താൽ മതി, കാരണം മൂപ്പര് ചാവാറായിരിക്കുകയാണ്. പക്ഷെ അതിനുള്ള ടൈം ആയിട്ടില്ല. ഈ അടി നടക്കണമെങ്കിൽ അതിനു മുമ്പ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം അക്കരെ നാട്ടിലേക്ക് ചേർക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവ് എന്തോ കാരണത്താൽ ചില ദിവസങ്ങൾ കൂടി മാറ്റി വച്ചിരിക്കുന്നു. ചിലര് കൂടി രക്ഷിക്കപ്പെടട്ടെ എന്ന് കരുതി ചിലരെ കൂടി കൃപയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് താല്പര്യമുള്ളത് കൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സംഭവം മാറ്റിവെച്ച് തന്റെ കർത്താവിന്റെ വരവ് സംഭവിക്കുന്ന നിലയുണ്ടായാൽ യുദ്ധം ഉറപ്പായി സംഭവിക്കും. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ താടിക്ക് ചൂണ്ടൽ കൊളുത്തിയെന്ന് പറയാൻ നമുക്കറിയാം. ഈ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റഷ്യ യുദ്ധത്തിന് കണക്ട് ആയി കഴിഞ്ഞാൽ ഇസ്രായേലിൽ യുദ്ധത്തിന് വരണം. പക്ഷെ ഇവിടെ ഒരു വിഷയത്തിലും ഒരു കാരണവശാലും പഴയ സോവിയറ്റ് യൂണിയൻ സെറ്റപ്പിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളെ പിടിക്കാൻ വേണ്ടി റഷ്യ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഒരു കാരണവശാലും ഇസ്രായേലുമായി കണക്ട് ആവേണ്ടുന്ന കാര്യമില്ല. പക്ഷേ നമുക്കിന്ന് ചരിത്രം അറിയാം. ഉക്രൈൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കി എന്നറിയപ്പെടുന്ന ഒരു യഹൂദനാണ്. ഞാൻ പറഞ്ഞു ഗ്രഹിക്കുന്നുണ്ടോ? യഹൂദനാണ് ഇന്ന് ഉക്രൈൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ്. ഇവിടെ അടി കൃത്യമായി സംഭവിച്ചാൽ ഉറപ്പായും അത് ഇസ്രായേലുമായി കണക്ട് ആവും. ഇസ്രായേലുമായി കണക്ട് ആകുന്നത് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഫസ്റ്റ് റൗണ്ട് അങ്ങോട്ട് നീങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയും ബ്രിട്ടനും അവരുടെ കൂടെയുള്ള നാറ്റോ ടീമുകളും എല്ലാവരും കണക്ട് ആവുകയും എല്ലാവരും ചേർന്ന് ഉക്രൈന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. റഷ്യക്ക് അടിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു.
മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ കൊച്ചു രാഷ്ട്രമാണ്, ഒറ്റ രാത്രിയത്തെ ഒറ്റ ഫയറിങ്ങിൽ ഈ ഉക്രൈനെയൊക്കെ ഇല്ലാതാക്കാൻ റഷ്യക്ക് കഴിയും. പക്ഷേ റഷ്യക്ക് കഴിയാൻ പറ്റാത്ത വിധം ബാക്കി ഫുൾ ടീമുകൾ, ബൈബിളിൽ വരാനിരിക്കുന്ന ലോകമഹായുദ്ധത്തിൽ ഏതൊക്കെ ടീമുകളാണോ റഷ്യക്കെതിരെ വരുമെന്ന് പറയുന്നത്, ആ കംപ്ലീറ്റ് ടീമുകളും ഈ കൊച്ചു രാജ്യത്തിന്റെ പുറകിൽ അണിനിരക്കുകയും അവരുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, യുദ്ധത്തിനൊരു തയ്യാറെടുപ്പ് സംഭവിച്ചിരിക്കുന്നു. ഒരു ഡ്രിൽ, ഒരു റിഹേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് സമയത്തും ഒരു ഉഷാർ യുദ്ധത്തിന് ടീം തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തും ഒരു വിസിലടിയുടെ കാര്യമേ ഉള്ളൂ ആ യുദ്ധം ആരംഭിക്കാൻ. പക്ഷെ ആ യുദ്ധം ആരംഭിക്കണമെങ്കിൽ കർത്താവിന്റെ രഹസ്യവരവ് സംഭവിച്ചിരിക്കണം. കർത്താവിന്റെ രഹസ്യവരവ് ഇന്ന് സംഭവിക്കുകയാണ് എങ്കിൽ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നുണ്ടോ? അതിനാണ് നമുക്ക് സംഭവിക്കേണ്ടത്. രക്ഷിക്കപ്പെടേണ്ടതും സ്നാനപ്പെടേണ്ടതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടതും ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമ്മൾ ജീവിക്കേണ്ടതും. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നൊരു കാത്തലിക്കിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പാസ്റ്റർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരണം. സ്തോത്രം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാനാണ് പഠിപ്പിക്കേണ്ടത്? സ്തോത്രം. അതാണ് ഈ മിക്കവാറും ആൾക്കാർ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കഥയില്ല, അത് ചുമ്മാ ഫോർമാറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു എഞ്ചിനീയർ ഒരു സ്കെച്ച് വരച്ചു തന്നാൽ ആ സ്കെച്ച് എടുത്ത് നോക്കിക്കൊണ്ടിരുന്നോണ്ട് എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് കിടക്ക വിരിക്കാൻ നോക്കൂല, കിടക്കാൻ നോക്കൂല, അതിനകത്ത് ഒരു പരിപാടി നടക്കില്ല. പേപ്പറിൽ പടം വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനേ നോക്കൂ. അതുപോലെ ഉള്ളൂ ക്രിസ്തു നമുക്ക് കാണിച്ചെന്നൊരു മാതൃക. അതൊരു രൂപരേഖയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ഒരു ബോധമില്ലാത്ത പാവം ജനത്തിന് വേണ്ടി നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അവരും അത് പറയുന്നു, ഈ ജനവും അത് പറയുന്നു. അതിന്റെ തലക്കൽ പറഞ്ഞിരിക്കുന്നത് ജൽപ്പനം ചെയ്യരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്നാണ്. ആരോട് പറയാൻ, ആർക്ക് തലയിൽ കയറാൻ? അവര് പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഫോർമാറ്റ് എഴുതി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി കർത്താവിനോട് സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിക്കുകയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ് വേണ്ടത്. കറണ്ട് അടിക്കുമ്പോൾ എങ്ങനെ തുള്ളണമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് കാര്യമില്ല, അത് അടിക്കുകയാണ് വേണ്ടത്. അല്ല ഞാനിവിടെ കാണിച്ചു തന്നിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയാണ് തുള്ളാൻ. എന്ത് കാര്യമില്ല, ആ കറണ്ട് ഒന്ന് അടിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് തുള്ളേണ്ടത്. പഠിപ്പിച്ചതിട്ട് ഒരു കാര്യമില്ല, പഠിപ്പിക്കും പോലെ തുള്ളാൻ പറ്റില്ല. കാരണം എൻ്റെ രീതി വേറെയാണ്. സ്വതന്ത്രം. അടിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അവിടെ മീറ്റിംഗ് കഴിയുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി, വലിയ മെഷീൻ കിടപ്പുണ്ട് അടിച്ചു തരും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? വലിയ കാര്യമുള്ള കാര്യമല്ല. അപ്പോ ഇത് ഗൗരവമായിട്ട് നമ്മൾ തിരിച്ചറിയണം. സ്വതന്ത്രം. ലെറ്റ്സ് കം ബാക്ക്. സീ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ റഷ്യയാണ് ഒരു ഭാഗത്ത് നിൽക്കേണ്ടുന്ന വലിയ ടീം, മറുഭാഗത്ത് ബാക്കി മുഴുവൻ ടീമുകളും ഒരുമിച്ച് വരണം. ഇങ്ങനെ രണ്ട് ചേരി ഇപ്പൊ ഓൾമോസ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ആ ഒരു രംഗമാണ് നമ്മൾ തൽക്കാലം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇനി പറയാനുള്ളത്, ഒന്ന്, 37-ാം അധ്യായം യെഹെസ്കേലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മടങ്ങി വരവാണ്. 38-39 അധ്യായങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധമാണ്. ഈ രണ്ട് ചാപ്റ്ററുകൾക്കിടയിൽ ഒരു കൊച്ചു സംഭവമുണ്ട്. ആ സംഭവമാണ്, ഒന്ന്, യഹൂദന്റെ തിരസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന അവരുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ. ഉറക്കം വരുന്നുണ്ടോ? അല്ലേ? റഷ്യയെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. സ്വതന്ത്രം. എല്ലാവരും കണ്ണൊക്കെ തുറന്നിരുന്നു. എനിക്ക് പേരറിയാന്നുള്ള ആളാണ് ഉറങ്ങുന്നതെന്ന് അറിയണം. സ്വതന്ത്രം. ആത്മാവിലൊന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് പേരറിയാം എന്ന വസ്തുത മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഓർമ്മിച്ചിരുന്ന് ഉറങ്ങുക. അറിഞ്ഞിടാത്തവർ ഉറങ്ങിയ കാര്യമില്ല, കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. സീ, അപ്പോ 37-ാം അധ്യായം യഹൂദന്റെ മടങ്ങിവരവും, ആ മടങ്ങിവരവിൽ യഹൂദൻ യേശുവിനെ സ്വീകരിക്കണമായിരുന്നു, പക്ഷേ യഹൂദന്റെ തിരസ്കാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവന്റെ 38-39 കർത്താവ് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. മനസ്സിലായോ? 38-39 ഉടനെ നടക്കേണ്ടതാണ്. യേശുക്രിസ്തു വരുമ്പോൾ അവൻ തള്ളിക്കളഞ്ഞത് കാരണം 38-39 ഉടനെ നടത്താതെ അങ്ങോട്ട് നീക്കി വെച്ചു. എന്നിട്ട് ഇപ്പോ യഹൂദനൊരു മടങ്ങി വരവിനൊരു സമയം കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. യഹൂദന് തിരിച്ചു വരാനൊരു സമയം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ആ സമയമാണ് നമ്മൾ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കഥ. ഈ കാലഘട്ടത്തിൽ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നടക്കണം. ഒന്ന്, കർത്താവിന്റെ കാന്തയാകാനുള്ള സഭ ഒരുങ്ങണം. അതാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഞാൻ പറയാം. രണ്ട് വാക്ക് ഒരല്പം മുമ്പിലോട്ട് പോയതിനു ശേഷം ഞാൻ പറയാം. സി, ഒന്നാമത്തെ പ്രശ്നം,
ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 38, 39 പറഞ്ഞിരിക്കുന്ന യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യഹൂദൻ തിരിച്ചു വരണം. അതിന്റെ അർത്ഥം യഹൂദൻ പുനഃസ്ഥാപിക്കപ്പെടണം. 2, സഭ ഒരുങ്ങണം. കർത്താവിന്റെ കാന്തയാകുന്ന അക്കരെ നാട്ടിൽ പോകുവാനുള്ള വിശുദ്ധിയെ തികച്ചിരിക്കുന്ന സഭ ഒരുങ്ങണം. അതാണ് രണ്ടാമത്തെ വിഷയം. ലാസ്റ്റ് വൺ, അതിക്രമം തികയണം എന്ന് പറഞ്ഞാൽ പാപം തികയണം. ഇതിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് 2 കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ സഭയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുങ്ങി അക്കരെ പോകാൻ തയ്യാറാകാം, ഇല്ലെങ്കിൽ അതിക്രമത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പാപിയാകാം. ഇതിലേതെങ്കിലും ഒന്നിലെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്തോത്രം. അത് കഴിഞ്ഞാൽ യേശുവിന്റെ രഹസ്യവരവ് സംഭവിക്കുകയും 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങളിലാണ് സഭ ഒരുങ്ങേണ്ടതിനെ കുറിച്ച് പറയുന്നത്. വായിക്കാൻ നിർവാഹമില്ല. 2, 3 അധ്യായങ്ങളിലൂടെ 7 സഭകളെ പ്രസന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. 7 സഭകളെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഓരോ സഭയ്ക്ക് ദൂത് പറയുമ്പോഴും അവിടെ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ചർച്ച വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാൻ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. എഫെസോസ് ഒന്ന് വായിക്കാവോ? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. നമ്മളിപ്പോൾ വെളിപ്പാട് 2-ാം അധ്യായമാണ് വായിക്കുന്നത്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും. സഭയോട് പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, സഹിഷ്ണുതയും, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. കണ്ടോ, കൊള്ളരുതാത്തവരെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞേ. നമ്മൾ കൊള്ളരുതാത്തവരാണെങ്കിൽ അവരുടെ കൂടെ നമ്മളെ അഡ്ജസ്റ്റ് ആയി നിൽക്കും. കൊള്ളരുതാഴിക ചെയ്യുന്ന സഭയോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. വിഗ്രഹാരാധകരായ സഭയോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. സ്നാനത്തിന് ഉപദേശം തരാത്ത സഭയോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. പരിശുദ്ധാത്മാഭിഷേകത്തിന് സൗകര്യം ഒരുക്കി തരാത്ത സഭയോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. വിശുദ്ധ ജീവിതത്തിന് പഠിപ്പിക്കാത്ത, അതിനുള്ള ഒരുക്കം ചെയ്തു തരാത്ത സഭയോട് ചേർന്ന് നിൽക്കാൻ പാടില്ല. അതാണ് അവിടെ പറഞ്ഞത്, കൊള്ളരുതാത്തവരെ നീ സഹിച്ചില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കൊള്ളരുതായ്മ അനുവദിക്കുന്ന സഭയിലാണ് നമ്മൾ പോകുന്നത്. സ്തോത്രം. വേർപാട് വേർപാട് പറയുന്ന സഭയിൽ നിന്ന് നമ്മൾ വേർപെട്ട് നിൽക്കും അല്ലേ? പിന്നെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, പരിപാടികൾ എല്ലാം അനുവദിച്ചു തരുന്ന സഭയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. എന്റെ ജനത്തിന് അത് ഇഷ്ടമെന്നാ വചനം പറയുന്നേ അല്ലേ? അവകൾ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സഭ ഇഷ്ടപ്പെടില്ല. എല്ലാ വൃത്തികേടുകളും കാണിക്കാനുള്ള സൗകര്യമുള്ള സഭ നമുക്ക് ഇഷ്ടമാണ്. അവ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് ആ സഭ താല്പര്യമില്ല. ഇവിടെ പറഞ്ഞോ, ആ സഭയുടെ ക്വാളിറ്റി, കൊള്ളരുതാത്തവരെ നീ സഹിച്ചില്ല. ഓക്കെ, വായിക്കാം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ കള്ളന്മാരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടോ? അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കാണണം അല്ലെ? കത്തോലിക്ക പുരോഹിതന്മാർ പറഞ്ഞു നടക്കുന്ന അവർ അപ്പോസ്തലന്മാരെന്നാണ്. അത് ശരിയായിരിക്കും, അപ്പോഴും സ്ഥലത്തുണ്ടായിരിക്കും. പക്ഷേ പത്രോസിന്റെ പാരമ്പര്യമാണ് അവരെന്നാ പറയുന്നത്. 1-ാമത്തെ പോപ്പ് പത്രോസാണ്, അടുത്ത അലവരെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നാളെ അവരുടെ ചോദിച്ചു, 1-ാമത്തെ പോപ്പും പത്രോസ് ആണെങ്കിൽ ആ പോപ്പും ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളുടെ പോപ്പും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഏതെങ്കിലും ഒരു ഉപദേശത്തിൽ ബന്ധമുണ്ടോ എങ്കിൽ പറയാൻ പറഞ്ഞു. അവന്മാർക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ ആദ്യത്തെ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു, ആ ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി അടുത്തെടുത്ത് നോക്കിയേ, ഇങ്ങനെ എടുത്ത് 50 കോപ്പി എടുത്ത് നോക്കിയാൽ ലാസ്റ്റ് കോപ്പിയിൽ ഒന്നും കാണൂല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അതുപോലത്തെ കോപ്പിയാണ് ഇപ്പൊ എടുത്ത് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അയാളെ കൂടെ നിൽക്കുന്ന ടീമുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. വചനം എടുത്തു വെച്ച് തോന്നുന്നതൊക്കെ പറയുകയാണ്. സ്വത്രം. അവരെന്നിട്ട് പറയാ, ബൈബിൾ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ബൈബിൾ അവരല്ല ഉണ്ടാക്കിയത്. ബൈബിൾ പഴയ നിയമത്തിലെ ഉള്ളതാണ്. ഇതിന്റെ പകുതി ഭാഗവും സിംഹഭാഗവും പഴയ നിയമത്തിലെ ഉള്ളതാണ്. അതുകൊണ്ട് ബൈബിൾ അവരൊന്നും ഉണ്ടാക്കിയതല്ല. അങ്ങനെ അവരാരും പറയും വേണ്ട. അവരാ എഴുതിയെന്നൊക്കെയാണ് പറയുന്നത്. ബൈബിൾ എഴുതിയത് ആമ്പിള്ളേരാണ്. സ്വത്രം. അതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട് അവര്. എക്സ്ട്രാ 10 കൂടെ അവരെടുത്തിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. സ്വത്രം. അതുകൊണ്ട് നിങ്ങൾ പറ്റിപ്പോകാതിരിക്കാൻ, ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എഫെസോസിന്റെ ക്വാളിറ്റി, അപ്പസ്തലന്മാരല്ലാതിരിക്കെ അപ്പസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്നറിഞ്ഞു. പരീക്ഷിക്കാനുള്ള കൃപ നമുക്കുണ്ടായിരിക്കണം. പള്ളിയുടെ വലിപ്പവും പള്ളിമണിയുടെ വലിപ്പവും അവിടുത്തെ സെറ്റപ്പും ഉപദേശിയുടെ നൈറ്റീമും ഒന്നും കണ്ട് നിങ്ങൾ ദൈവസഭയിൽ കൂടാൻ നിൽക്കരുത്. നിങ്ങൾ തിരുവെഴുത്തുകളെ ഭംഗിയായി ഗ്രഹിക്കണം. തിരുവെഴുത്തുകളെ നന്നായി വായിക്കണം. തിരുവെഴുത്തുകളെ നന്നായി പഠിച്ച് അവകളിലെ സത്യം തിരിച്ചറിഞ്ഞ്
വചനപ്രകാരം നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതാണ് ആ സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി. അവർ കഷ്ടത സഹിച്ചു, അവർ ഒരുപാട് വേദനകൾ സഹിച്ചു, അവർ സഹിഷ്ണുതയുള്ളവരായിരുന്നു, അവർ കള്ളന്മാരെ കണ്ട് തിരിച്ചറിഞ്ഞു, അപ്പോസ്തലന്മാരെ അവർ തിരിച്ചറിഞ്ഞു. ഓക്കെ, അടുത്ത് വായിക്കാം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും. കണ്ടോ, ചുമ്മാ സഹിച്ചതല്ല, എന്റെ നാമനിമിത്തം സഹിച്ചു. സഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അത് നമുക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ കൂടിയിരിക്കണം, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അടുത്ത് കിട്ടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇതിനിടയിൽ നമ്മുടെ ഒരു എൻഗേജ്മെന്റ് പോലെ നമ്മുടെ ഭാഗത്ത് നടക്കേണ്ടത് ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു. അടുത്ത പ്രോഗ്രാം നമ്മുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ അങ്ങോട്ട് സ്നാനപ്പെടുകയാണ്. നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയാണ്. സ്തോത്രം. നാളെ ഇവിടെ സ്നാനമുണ്ട് എന്നാണ് പറയുന്നത്. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേരുക എന്നർത്ഥം. കർത്താവിന്റെ കഷ്ടാനുഭവം, കർത്താവിന്റെ മരണം, കർത്താവിന്റെ അടക്കം, കർത്താവിന്റെ ഉയർപ്പ്, ഇത്രയും കാര്യത്തോടുള്ള ഏകീഭാവമാണ് സ്നാനം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു വാക്കുകൂടെ ഞാൻ നാളെ സ്നാനമുള്ള സ്ഥിതിക്ക് അതിന്റെ കൂടെ വായിച്ചു വിട്ടേക്കാം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 6 verse 1 following. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം. കണ്ടോ, കൃപ പെരുകേണ്ടതിന് കർത്താവ് പാപികളുടെ മേൽ കൃപ പകരുന്നു എന്ന് പറഞ്ഞപ്പോ സജിത്ത് കണ്ണൂർ അടക്കമുള്ളവർ പറഞ്ഞു പഠിപ്പിച്ചു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യാമെന്ന്. എന്ന് പറഞ്ഞാൽ പാപം എത്ര ചെയ്താലും സാരമില്ല, ദൈവം അത്ര അധികം നമ്മുടെ മേൽ കൃപ പകർന്ന് നമ്മളെ ശരിയാക്കിക്കോളുമെന്ന്. അപ്പൊ അയാൾ എവിടെ പോയി നിൽക്കുന്നത് മനസ്സിലായോ? ഇപ്പൊ പുട്ടുകടയും റിസോർട്ടുമായിട്ട് അയാൾ വേറെ പണിക്ക് പോയി. ഗ്രഹിക്കുന്നുണ്ടോ? ഇവകളുടെ പിറകെ നടന്ന മിക്കവാറും ആൾക്കാരും പുട്ടും തിന്നിട്ട് വീട്ടിൽ പോകേണ്ട ഗതിയിലേക്ക് വന്നു. സ്തോത്രം. ഞാൻ ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ കഥ തിരിച്ചറിയണം. നമ്മളെ ആരും പറ്റിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാലം അത് തെളിയിക്കും. പക്ഷെ കാലം തെളിയിക്കുമ്പോ കാലം നമ്മളെ കൊണ്ടുപോകരുത്. ഗ്രഹിക്കുന്നുണ്ടോ വല്ലതും പറയുന്നത്? എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് വളരെ ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം കാര്യം. വായിക്കാം. ഒരു നാളും അരുത്, പാപസംബന്ധമായി മരിച്ചവരാകുന്ന നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കണ്ടോ, ഇതാണ് ഇതിലെ സ്നാനത്തിന് മുമ്പ് പാപസംബന്ധമായ മരണം. എനിക്കിനി അത് ചെയ്യാനാവില്ല, ബിക്കോസ് ഞാൻ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. അതാ വാക്യം അവിടെ ഉപയോഗിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവരാകുന്ന നാം ഇനി ആ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? വായിക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകും. യേശുവിന്റെ മരണത്തിൽ പങ്കാളി. കണ്ടോ, അപ്പൊ സ്നാനമേൽക്കുന്നെങ്കിൽ ഒന്ന് നമ്മൾ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാണ്. അപ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ മരണത്തിൽ ഒരാൾ പങ്കാളിയായാൽ യേശുവിന്റെ ഉയർപ്പിൽ അയാൾ പങ്കാളിയായിരിക്കും. യേശുവിന്റെ ഉയർപ്പിൽ പങ്കാളിയായാൽ യേശുവിന്റെ രാജ്യത്തിൽ അയാൾ പങ്കാളിയായിരിക്കും. അതുകൊണ്ട് യേശുവിന്റെ രാജ്യത്തിൽ പങ്കാളിയാകാൻ സിമ്പിൾ പരിപാടി, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാവുക. യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകാതെ ആർക്കും സ്വർഗരാജ്യത്തിലെത്താൻ കഴിയില്ല, പാപത്തെ ജയിക്കാനാവില്ല, ദൈവമക്കളാകാനാവില്ല. സ്വതന്ത്രം. ഇനി താഴോട്ട് വായിക്കാം. നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ, കുഴിച്ചിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തളിച്ചു എന്നല്ല, മുങ്ങി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കുഴിച്ചിട്ടെന്താ പറയുന്നത്? സ്വതന്ത്രം അല്ല. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ കുഴിക്കണം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലേ? കൊച്ചു കുഴിപ്പിലൊന്നും നടക്കുകയല്ല. വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ, നമുക്ക് ജീവൻ ഉണ്ടാകാൻ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കണം പോലും. വായിക്കാം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. That will happen. കണ്ടോ, നമ്മൾ അവന്റെ മരണത്തോട് ഏകീഭവിച്ചു എങ്കിൽ നിശ്ചയമായും നമ്മൾ യേശുവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചിരിക്കും. അതുകൊണ്ട് യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനം എന്നത് സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു എങ്കിൽ ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം. സ്നാനമേറ്റ് യേശുവിനോട് ചേരുവാൻ,
യേശുവിന്റെ മരണത്തോട് ചേരുവാൻ നിനക്ക് ഇന്ന് രാത്രിയിൽ ലഭ്യമായിരിക്കുന്ന അവസരം നാളെ രാത്രിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നാളെ പകൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യം തിരിച്ചറിഞ്ഞവർക്ക് ഒരു സ്വതന്ത്രം പറയാം. സ്വതന്ത്രം കുറച്ചു പേർക്കേ മനസ്സിലായുള്ളൂ, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതുപോലെ കൈയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പാടുകൊണ്ടാണ്, എല്ലാം പുതച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തുകൊണ്ട് വരാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും, സാരമില്ല അല്ലേ, നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിനോട് ചേരാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് ഒരുക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് കൂടി അടക്കപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർക്കും. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരാനുള്ള ഒരു പദ്ധതിയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോ അപ്പോസ്തലന്മാരോടുകൂടെ നമ്മളെയും ചേർക്കുകയാണ്. അതിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ചേരുന്നത് കള്ള അപ്പോസ്തലന്മാരുടെ കൂടെയാണോ വ്യാജന്മാരുടെ കൂടെയാണോ എന്നതിനെ പരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചിട്ട് വേണം അപ്പോസ്തലന്മാരുടെ കൂടെ കൂടാൻ. സ്തോത്രം. ഇനി നമ്മൾ എന്താ പറയാ, വെളിപ്പാടിലേക്ക് തിരിച്ചു വരികയാണ്. വായിക്കാം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന്, ഒരു കൊച്ചു കുഴപ്പം തന്നെ കൊണ്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. കണ്ടോ, ആദ്യത്തെ സ്നേഹം, ആദ്യം ഇറങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മസാന്നിധ്യം കുറഞ്ഞു പോയി എന്നൊരു കുറവ് പറയാനുണ്ട്. അതുകൊണ്ട് സാരമില്ലെന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റിന് കർത്താവ് തയ്യാറായില്ല. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. വായിക്കാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഞാൻ വിളക്കെടുത്തോണ്ട് പോകുന്നത്. അടുത്ത പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. വായിക്കേ. എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വേണോ എന്നുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവനെ ഇതുവല്ല കിട്ടത്തുള്ളൂ. ഈ സുവിശേഷം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ സുവിശേഷം കേട്ടു, സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നവനാണ് ജയിക്കുന്നവൻ. സ്നാനപ്പെട്ടിട്ടുള്ളവൻ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജയിക്കുന്നവൻ. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. അപ്പൊ ജയിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളെ ജയിപ്പിക്കാനാണ് യേശു ക്രിസ്തു തയ്യാറായിട്ട് നിൽക്കുന്നത്. നമ്മളെ ജയിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് തയ്യാറായിട്ട് നിൽക്കുന്നത്. ത്രിത്വത്തിൽ രണ്ടാമനും മൂന്നാമനും നമ്മെ ജയിപ്പിക്കുവാൻ തയ്യാറായി. ഒരാൾ സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തും ഒരാൾ നമ്മളോട് കൂടെയും നമ്മുടെ ഉള്ളിലും ഇരുന്നിട്ടും നമ്മൾ ജയിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ ജയിപ്പിക്കാൻ ആർക്കും ആവില്ല. സ്വതന്ത്രം. ഇത്ര മഹത്വമുള്ള പദവിയാണ് ഈ പുഴുക്കൾക്ക് ലഭ്യമായിരിക്കുന്നത്. സ്വതന്ത്രം. ഇത്ര മഹത്വമുള്ള പദവി നമ്മളെ ഏതു വിധേനയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് പൂർണ്ണ സന്നാഹത്തോടുകൂടി നമുക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളൊന്ന് മനസ്സ് വയ്ക്കുവാൻ തയ്യാറായാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ രാജ്യത്ത് ചെല്ലുവാൻ കഴിയും. അത്ര സൗകര്യം ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുട്ടുവേദനയ്ക്കും തലവേദനയ്ക്കും അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്, ഏത് വിധേനയും അക്കരെ നാട്ടിലെത്തുകയാകണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പൊ 2-3 അധ്യായങ്ങൾ ഈ ഒരുക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഒരു സഭയ്ക്ക് കൂടെ ഞാൻ വായിക്കാം, കാരണം വായിച്ചാലേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടണമല്ലോ. സർദീസ് കൂടി വായിക്കാം. 3-ാം അധ്യായം 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി. കണ്ടോ, ഇവിടെ എല്ലാം കർത്താവ് പറയുന്നത് എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാവുന്ന. അടുത്തിരിക്കുന്ന ആർക്കും നമ്മുടെ പ്രവൃത്തി അറിയില്ല, ചുറ്റുപാടുമുള്ള ആർക്കും നമ്മുടെ പ്രവൃത്തി അറിയില്ല, നമ്മുടെ വിശ്വാസികൾക്കും പാസ്റ്റർക്കും നമ്മുടെ പ്രവൃത്തി അറിയില്ല. ബട്ട് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നോസ് അവർ വർക്ക്സ്. കർത്താവ് നമ്മുടെ പ്രവൃത്തി കൃത്യമായി അറിയുന്നു. സ്വത്രം. അവിടെ പറയുന്നുണ്ടോ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പേര് ജീവനുള്ളവനാ, പേര് ആത്മീയൻ എന്നാ, പേര് നല്ല ബൈബിളിലെ പേരായിട്ടിരിക്കുന്നതും. സ്വത്രം. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. എന്താ കാര്യം? വായിക്കാം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പൊ അടുത്ത വാക്യം വന്നപ്പോ പറയാ, ചത്തിട്ടില്ല, ചാവാറായതേ ഉള്ളൂ അല്ലേ? ആദ്യം പറഞ്ഞ എന്തുവാ? ചത്തതാ പറഞ്ഞേ. ഇപ്പൊ പറയാ ചത്തിട്ടില്ല, ചാവാറായതേ ഉള്ളൂ. ഇനി നമുക്കൊന്നുകൂടെ കേൾക്കാം, വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. This is what the problem. ചത്തു എന്ന് പറഞ്ഞതും ചാവാറായെന്ന് പറഞ്ഞതും എന്തിന്റെ ബേസിലാണ്? ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ
പൂർണ്ണതയുള്ളതായി കണ്ടില്ല. Your works are not at perfect. നിങ്ങളുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല. പൂർണ്ണതയുള്ള പ്രവൃത്തി അല്ലാത്തതിനെ ചത്തതെന്നാ പറഞ്ഞത്. നമ്മളറിഞ്ഞേ പറഞ്ഞത് ഇച്ചിരിയും കുറവല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് പറഞ്ഞേനെ, അതിനെ ചത്തതെന്നാ പറയുന്നേ. സ്വത്രം. അതുകൊണ്ട് പൂർണ്ണത ഇല്ലെന്നേ ഉള്ളൂ, കുറേശ്ശേക്ക് എല്ലാം ഉണ്ട്, സ്വർഗത്തിൽ പോകാന്ന് വിചാരിക്കരുത്. അതിനെ നമ്മെ പൂർണ്ണനാക്കാനാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത്. സകല സൽപ്രവർത്തികളിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. നമ്മളെ തികഞ്ഞവനാക്കുന്ന ഒരു ദൈവം, നമ്മെ പൂർണ്ണനാക്കുന്ന ഒരു ദൈവം, നമ്മെ ദൈവ ഇഷ്ടത്തിൽ നിറഞ്ഞവനാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന് മാത്രമേ നമ്മളെ പൂർണ്ണനാക്കുവാൻ കഴിയുകയുള്ളൂ. പൂർണ്ണരായവരെ അക്കരെ നാട്ടിൽ പോകത്തുള്ളൂ. സ്വത്രം. ഇനി എന്റെ ഇച്ചിരി വായിച്ചോ, താഴ്ത്തു വായിച്ചോ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും. കണ്ടോ, പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് കാത്തുകൊള്ളാൻ. അതാ നമ്മൾ വചനം നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങ് പറയുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് നല്ലതായിട്ട് ഞങ്ങൾക്ക് അറിയാം അല്ലേ? 2 കമ്മലൂടെ ഇടുന്നതിൽ തെറ്റില്ലെന്നും, ഇച്ചിരി കൂട്ടക്സ് കൂടെ തൂക്കുന്നതിൽ കുഴപ്പമില്ലെന്നും, പുരുകം പഠിച്ചു വെക്കുന്നതിൽ തകരാറില്ലെന്നും, ചുരിദാർ കുറച്ചുകൂടെ കീറിയിട്ടാലും കുഴപ്പമില്ലെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ പറയാൻ തിരുവഴുത്തിൽ വകുപ്പില്ല. സ്തോത്രം. ഒരു മനുഷ്യനൊന്നും മിണ്ടുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടിട്ട് അയാൾ വ്യാഖ്യാനം നടത്തുകയാണ്. ഞാൻ പറഞ്ഞു ടെലിവിഷൻ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ ബഹളം വെക്കുകയാണ്. ഞാൻ കാണണ്ട എന്ന് പറഞ്ഞില്ല, എന്നാൽ പാർഷ്യലി ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് കർത്താവ് നമുക്ക് അനുവദിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ടെലിവിഷനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് കാണാം. നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടാക്കണമല്ലോ. 2ാം ഭാഗം എൻ്റർടൈൻമെൻ്റ് ആണ്, അത് നമുക്ക് പാടില്ല. അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ എന്ത് ജീവിതമാണ്. പിന്നെ പുള്ളിക്ക് വിനോദയാത്ര പോകണം, എന്തൊക്കെയോ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. പുള്ളിക്ക് അതിൻ്റെ മാനസിക പ്രയാസം പറ്റിയാണ്. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല. അപ്പോൾ പുള്ളി പറയുന്നത് എത്ര നല്ല സിനിമകളുണ്ട്, അത് കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അയാളത്ത് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാളുടെ അകത്തുള്ള സാധനമാണ്. ഏതെങ്കിലും ഹൗവയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞത് ഈ വൃക്ഷഫലം തിന്നാൽ നിനക്ക് എന്തെല്ലാം സംഭവിക്കുന്നറിയാമോ? അത് തന്നെയാണ് അയാളും പറഞ്ഞത്. നീ ഇത് കണ്ടാൽ, നല്ല സിനിമകളുണ്ട്, അത് കണ്ടാൽ ഗുണം വയ്ക്കുമെന്ന്. ഏതെങ്കിലും സിനിമ കണ്ട് ഗുണം പിടിച്ചിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ അയാൾ പറയാം പാഷൻ ക്രൈസ്റ്റ് കണ്ടത്. പാഷൻ ക്രൈസ്റ്റ് കണ്ടിട്ട് കരഞ്ഞ് മൂക്കളെ വലിച്ച് അവിടെ കസേരയിൽ ഒട്ടിച്ചു പോയതല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഗുണം പിടിച്ചായിട്ടുണ്ടോ? അഭിനയിച്ചവൻ പോലും രക്ഷിക്കപ്പെട്ടില്ല, പിന്നെ അല്ലേ ഇനി കണ്ടവൻ രക്ഷിക്കപ്പെടാൻ പോകുന്നേ. സ്തോത്രം. ഒരു ഉഡായിപ്പും കർത്താവിന്റെ പേരിൽ കാണിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കുക. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. സുവിശേഷം പഠിപ്പിക്കുക, അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിൽ സ്കിറ്റ് അവതരണം പോലും നമുക്ക് ആവശ്യമില്ല. എന്തിനാണ് സ്കിറ്റിന്റെ ആവശ്യം അല്ലേ? കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിന്റെയും സൂത്രവാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ആരെങ്കിലും സ്കിറ്റ് അവതരിപ്പിച്ചിട്ടാണോ? അല്ലല്ലോ, അവർ ചുമ്മാ പഠിപ്പിക്കുകയല്ലേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? പിള്ളേരെല്ലാവരും പഠിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് സുവിശേഷം പറയുമ്പോൾ സ്കിറ്റ് അവതരിപ്പിച്ച് പറയേണ്ട കാര്യം? അതെന്തിനാണ് നാടകം കാണിച്ച് പറയേണ്ട കാര്യം? ഒരു നാടകത്തിന്റെ ആവശ്യം വാസ്തവത്തിലില്ല. ഈച്ച് ആൻഡ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം അതിനകത്ത് പ്രവർത്തിക്കുന്നത് ദൈവശക്തിയാണ്. സ്വത്രം. കാര്യം തിരിച്ചറിയുന്നവർക്ക് ഒരു സ്വത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ലെറ്റ്സ് കം ഡൗൺ. സീ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? സ്വത്രം. ഒന്നുകൂടി വായിക്കേ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയൊന്നോർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുകയും ചെയ്യുക. വായിച്ചോളൂ. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഇതാണ് അതിന്റെ പ്രത്യേകത. നീ ഉണരാതിരിക്കാൻ ഞാൻ കള്ളനെ പോലെ വരും. അപ്പൊ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണരാതെ ഈ പരുവത്തിന് പോയപ്പോ ഇവിടെ 21 ദിവസം ഉപവാസം വെച്ചതിനാ? ഉണർത്താൻ വേണ്ടിയാ. നിങ്ങളെ കുറെ കൂടി നീട്ടിക്കിടത്തി ഉറക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ഉണർത്താൻ വേണ്ടിയാ. 7 ദിവസം കൺവെൻഷൻ എന്തിനാ വെച്ചിരിക്കുന്നത്? മാക്സിമം പേരെ ഉണർത്താൻ വേണ്ടിയാ. നിങ്ങൾ എങ്ങനെയും പിടിച്ച് പള്ളിക്കകത്ത് കയറ്റാൻ വേണ്ടിയല്ല. 5 പേര് കൂടെ വന്നാല് സ്വത്രം നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എല്ലാവരും ഗുണം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് ഞങ്ങളുടെ ആവശ്യമാണ്. ചില വിചാരിക്കും നമ്മൾക്ക് നിങ്ങളെ പിടിച്ചോണ്ട് ഇവിടെ എന്തോ ചെയ്യാനെന്ന്. നിങ്ങളെ പിടിച്ചോണ്ട് ഇവിടെ എന്തോ ചെയ്യാൻ? നമുക്ക് ഒന്നും ചെയ്യാനില്ല. സ്വത്രം. അവിടെ കാര്യം വളരെ ഗൗരവമായി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. വായിക്കേ. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. കണ്ടോ, എന്ന് വരുമെന്ന് അറിയാല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അപ്പൊ ഉടുപ്പ് മലിനമായവരോടാ ഈ സന്ദേശം പറഞ്ഞത്. ഉടുപ്പ് മലിനമായവരോടാ പറഞ്ഞത്, നിങ്ങൾ ചത്ത സഭ എന്ന് പറഞ്ഞത്. അപ്പൊ ഉടുപ്പ് മലിനമാകാത്ത ചിലർ ആ സഭയിലുണ്ട്. വായിക്കേ. അവർ യോഗ്യന്മാരാകയാൽ. അവരാ യോഗ്യന്മാർ. ഉടുപ്പ് മലിനമാകാത്തവരാ യോഗ്യന്മാർ.
യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. കണ്ടോ, ആൾക്കാർ ചോദിക്കാറുണ്ട് വെള്ള ധരിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കാറുണ്ട്. വെള്ള ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ധരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ യോഗ്യന്മാർ ധരിക്കുന്ന വസ്ത്രമാ വെള്ള. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വെള്ള ഇട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം വെള്ള ഇടണമെന്ന് ഞാൻ പറയില്ല, അത് നിങ്ങളുടെ സൗകര്യം പോലെ. പക്ഷെ ഒരെണ്ണമെങ്കിലും ഇട്ട് നിങ്ങൾ അറപ്പ് മാറ്റണം അല്ലേ. ടീപ്പിംഗുകാരെ പോലെ ഫുൾ ടൈം നമുക്ക് വെള്ളയിട്ട് നടക്കാനുള്ള വകുപ്പില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തലക്കി കൊടുപ്പത്ത് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് അതിനുള്ള സൗകര്യമില്ല അല്ലേ. ചന്തയിൽ പോകണം, പിന്നെ കല്യാണത്തിന് പോകണം, കണ്ടിടത്തെല്ലാം നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ. അവരെ പോലെ അല്ലല്ലോ അല്ലേ. കല്യാണത്തിനൊക്കെ ചെന്ന് നമ്മളൊരു ശ്രമം തള്ളിയാണ് അകത്ത് കയറുന്നത്, അവസാനം വെള്ളയൊക്കെ ഒരു പരുവായി പോവും അല്ലേ. അപ്പൊ അതുകൊണ്ട് പുലിക്കളറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിൽ തെറ്റില്ല. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അവർക്ക് വസ്ത്രം സൂക്ഷിക്കുക വലിയ പാടാണ്. ഞാൻ എപ്പോഴും മുണ്ടും ജുബ്ബയായിരുന്നു, ഇപ്പൊ പിന്നെ കൊറോണയൊക്കെ വന്നതിന് ശേഷമാണ് പാൻറ്റും കുപ്പായും ആക്കിയത്. സ്വതന്ത്രം ഇന്ന് ഞാൻ വേറെ ഉടുപ്പ് രാവിലെ ഇട്ടുന്നത് വേറെ കളറാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം അത് ഇടാന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ തോമസ് അങ്കിൾ പറഞ്ഞു അത് പറ്റത്തില്ല, വെള്ളം തന്നെ ഇടണം. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവണമെന്ന് വെച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വിഷമം ഉണ്ടായാലും വേണ്ടുകല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുടുപ്പ് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അവൾ പാവപ്പെട്ടുള്ള അലക്കണ്ടേ. അപ്പോൾ അവളെ മനപ്രയാസം ഓർത്തിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചത്. ഇപ്പോൾ തോമസ് അങ്കിൾ കുറുകെ പിടിച്ചു. സ്വതന്ത്രം നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വെള്ളക്കുപ്പായി ഇടുന്നത് നമ്മൾ ഒന്ന് പരിശീലിക്കുന്നതാണ്, അറപ്പ് മാറുന്നതാണ്. കാരണം സ്വർഗത്തിൽ ചെന്നാൽ വെള്ളം മാത്രമേ ഉള്ളൂ. യോഗ്യന്മാർ ഉടുക്കുന്നതാണ് വെള്ള. നിങ്ങൾക്ക് ഉടുക്കാൻ അറപ്പുണ്ടെങ്കിൽ ഉടുക്കണ്ട, അത് യോഗ്യന്മാർക്കുള്ളതാണ്. നിങ്ങൾക്ക് അറപ്പ് തോന്നുന്നത് ഇത്ര യോഗ്യത വരാത്തോണ്ട് വരുമ്പോ ശരിയായിക്കോളും. സ്തോത്രം. മനപ്രയാസം നിലനിൽക്കട്ടെ. വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവനാണ് വെള്ളയുടുപ്പ് ധരിക്കുന്നത്. കണ്ടാ, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അപ്പൊ യോഗ്യന്മാരുടെ വസ്ത്രമാണ് വെള്ള, ജയിക്കുന്നവൻ്റെതാണ് വെള്ള. അപ്പൊ നമ്മൾ യോഗ്യനായതുകൊണ്ടല്ല, യോഗ്യനാവാൻ വേണ്ടിയാണ് ഇത് ധരിക്കുന്നത്. രണ്ട്, ജയിക്കാൻ വേണ്ടിയാണ് ഇത് ധരിക്കുന്നത്. മനപ്രയാസം നിലനിൽക്കുന്നതിൽ ഒരു ദുഃഖവും ഇല്ല. അവിടെ നിൽക്കട്ടെ, നമ്മൾ തിരിച്ചു വരികയാണ്. സ്തോത്രം. അപ്പൊ ജയിച്ച പൂർണ്ണരെ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്നേഹത്തിൽ ഒരല്പം കുറവുള്ളവനെ എടുക്കുന്നില്ല, ജയിക്കാത്തവനെ എടുക്കുന്നില്ല, പൂർണ്ണതയില്ലാത്തവനെ എടുക്കുന്നില്ല. അപ്പൊ പൂർണ്ണത എത്തുന്നവനെയാണ് സഭ എന്ന രംഗത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായം വാസ്തവത്തിൽ സംഭവിക്കുന്നത് യെഹെസ്കേൽ 38-39 ആണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സഭയുടെ ഒരുക്കം. അത് കഴിഞ്ഞാലുടനെ ഈ കാലഘട്ടത്തിലാണ് ഈ 3 കാര്യങ്ങൾ നടക്കേണ്ടത്. ഇത് കഴിഞ്ഞാലുടനെ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളുടെ കാലം എത്തും എന്ന് പറഞ്ഞാൽ സഭ സ്വർഗത്തിലെത്തും. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം എത്തുമ്പോൾ സഭ സ്വർഗത്തിലെത്തണം. അപ്പോ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളുടെ കാലഘട്ടം നമ്മൾ ഭൂമിയിലാണ് എന്ന് പറയാൻ നമ്മളിപ്പോ ഭൂമിയിലാണ്. ഇനി വെളിപ്പാട് 4-5 കടക്കുമ്പോൾ സഭ സ്വർഗത്തിലെത്തും. പിന്നെ 6 മുതൽ 19 വരെയുള്ള അധ്യായമാണ്. 4-5 നമ്മൾ കടക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 38 നമ്മൾ കടക്കും. കാര്യങ്ങളുടെ ഒരു ചെറിയ രൂപരേഖ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഞാൻ അടുത്ത മേഖലയിലേക്ക് കടക്കുകയാണ്. ഈ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങളാണ്. ഒന്ന്, സഭയുടെ ഒരുക്കം. നമ്മൾ ഇതിലാണ് പെടേണ്ടത്. എങ്ങനെങ്കിലും ഒരുങ്ങിയാൽ പോരാ, പറ്റുപോലെ ഒരുങ്ങിയാൽ പോരാ, പൂർണ്ണ വിശുദ്ധിയോടെ ഒരുങ്ങാൻ തിരുവെടുത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു. സ്തോത്രം. പൂർണ്ണതയില്ലെങ്കിൽ അതിനെ ചത്ത സഭ എന്ന് തിരുവെടുത്ത് പറയുന്നു. അവിടെയാണ് നമ്മൾ ലോകത്തോട് വേർപെട്ട് നിൽക്കേണ്ടുന്നതിന്റെ ആവശ്യകത. ലോകത്തോട് ചേർന്ന് നിന്ന് നമുക്കൊരു വിശുദ്ധ ജീവിതം സാധ്യമേ അല്ല. ലോകത്തെ വെറുക്കുകയാണ് ആവശ്യം. ഒരു വാക്യം വായിക്കാം, നിങ്ങളുടെ പരവേശം ഒരല്പം കൂടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കണ്ടോ, ലോകസ്നേഹം. നിങ്ങളിൽ ഏറെക്കുറെ ഉള്ളവരും ആഭരണം ധരിച്ച് തമിഴ്നാടിന്റെ സ്റ്റൈലിൽ ഇരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തമിഴ്നാട്ടിലും നിങ്ങളെ എന്താ പറയുക, മഹാരാഷ്ട്രയിലും നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം നല്ലതായിരിക്കട്ടെ. പക്ഷെ നിങ്ങളിത് ധരിക്കുന്നത് ദൈവസ്നേഹത്തിലാണെങ്കിൽ നല്ലതാണ്, ലോകസ്നേഹത്തിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവാണ്. മൊത്തം ഒരു ശ്മശാന മൂകത. സ്തോത്രം. നിങ്ങൾ ദൈവസ്നേഹത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ 100% ഗ്യാരണ്ടിയോടെ സ്വർഗത്തിൽ പോകും. അതാര് പറഞ്ഞാലും, ബൈബിൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം പറയുകയല്ല. വ്യഭിചാരിണികൾ എന്ന് പറഞ്ഞാൽ
ദൈവത്തെയും ലോകത്തെയും ഒരേ സമയം സ്നേഹിക്കുന്നവർ. നമ്മൾ ഈ ആഭരണം ധരിക്കുന്നതായാലും, നിങ്ങളുടെ കുപ്പായത്തിന്റെ മോഡലുകളായാലും, നമ്മുടെ കാറായാലും, നമ്മുടെ വീടായാലും, ഇതിനെല്ലാത്തിൻ്റെയും ഉദ്ദേശം ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ ഭംഗിയായിരിക്കും, നാട്ടുകാരെ കാണിക്കുവാനും നമ്മുടെ ജാടയ്ക്കും ലോകസ്നേഹവും ആണ് എന്ന് വരികിൽ അത് അപകടം തന്നെയാണ്. അതാണ് അവിടെ പറഞ്ഞത്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. കണ്ടോ? ഇനി കേട്ടോക്കൂ, വായിക്കാം. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ലോ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. കണ്ടോ? If you are the friend, if you hope to become the friend of this world, automatically you become the enemy of God. ദൈവത്തിന്റെ ശത്രുവായി മാറും. ദൈവത്തിന്റെ ശത്രുവിനെ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും? അല്ലേ? നിങ്ങൾ കൂട്ടക്സ് തൂക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ലോകത്തെ വെറുക്കുന്നതാണോ അതോ ദൈവത്തെ വെറുക്കുന്നതാണോ? നിങ്ങൾ പുരുകം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തോടുള്ള സ്നേഹമാണോ അതോ ലോകത്തോടുള്ളതോ? നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ അണിഞ്ഞൊരുങ്ങുന്നതിന്റെ പിറകിലെ ഉദ്ദേശം എന്താണ്? ലോകത്തോടുള്ള സ്നേഹമാണോ ദൈവത്തോടുള്ള സ്നേഹമാണോ? അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളോടല്ല, ദൈവത്തോടാണ്. ലോകത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ കാമുകനെയും കൊണ്ട് ഭർതൃഗ്രഹത്തിലേക്ക് പോകാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് പോലെ മിഥ്യയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാണോ? കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ കാമുകൻ കൂടി ആ കാറിൽ കയറി പോകുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. Is it possible? No. If it is not possible, this also will not be possible. ഇതിനപ്പുറം പറയാൻ നമുക്ക് പറ്റില്ല, ഇത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം അതിനകത്തുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, നാടൻ ഭാഷ വേണമെന്നുള്ളവൻ മനസ്സിലാക്കട്ടെ. ഏതായാലും കർത്താവ് വരാൻ പോവുകയാണ്. Praise the Lord. I like to come back. 2, അതിക്രമം തികയുക. അതിക്രമം എന്ന് പറഞ്ഞൊരു വല്ലാത്ത അക്രമമാണ് കേട്ടോ. നമുക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും വലിയ അതിക്രമം ഉപദേശമാണ്. ഞാനൊരു ചെറിയ വീഡിയോ ശകലം കാണിച്ചുകൊണ്ട് ഒരതിക്രമം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ശബ്ദം കാണുമാവോ? ഇത് ഒരു അനിമേഷനാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് ഒരു തെരുവാണ്. ശബ്ദം വരുന്നില്ലല്ലോ. ഒരു പ്രവാചകൻ ഒരു സഭയിൽ പോകുന്നതിന്റെ ഒരു ദൃശ്യമാണ്. ഇതാണ് സഭ. സഭയുടെ ഉൾഭാഗം ഇതാണ്. ശബ്ദം പോകുന്നില്ല. സഭയുടെ ഉൾഭാഗമാണ്. നിങ്ങൾ ജസ്റ്റ് അത് കണ്ടോളൂ. ഇവിടെ എല്ലാം ഓക്കെയാണ്. കണ്ട, അവിടെ പ്രസംഗം നടക്കുകയാണ്. ഇത് ചർച്ചിന്റെ ഇൻസൈഡ് ആണ്. ശബ്ദം നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. ഇതൊരു പ്രവാചകൻ ഇരിക്കുകയാണ്. ആ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ സഭയിൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഇവിടെയുള്ള ജനത്തിന്റെ അകത്ത് പാപം വച്ചിരിക്കുന്നു. കണ്ടോ, ആയിരിക്കുന്ന വെള്ള രൂപം ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എനിക്ക് സഭയോട് താല്പര്യമില്ല, കാരണം ഇവിടെ പാപം ജനത്തിന്റെ ഹൃദയത്തിലുണ്ട്. എല്ലാ ആൾക്കാരും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അയാൾ പറയാം, ഞാൻ നിന്റെ കണ്ണൊന്ന് തുറക്കാം, നീ അത് നോക്കി കാണണം. പ്രവാചകനോട്, സഭയ്ക്കകത്തിരിക്കുന്ന ആളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഓപ്പൺ യുവർ ഐസ്, ഞാൻ നിന്റെ കണ്ണ് തുറന്നു തരാൻ പോവുകയാണ്, നീ ദയവായിട്ട് ഒന്ന് നോക്കി കാണണം എന്താണ് സഭയ്ക്കകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, അയാളുടെ കണ്ണ് സഭയുടെ ഉൾഭാഗമാണ്. ഇതാണ് ഇന്ന് പല സഭകളുടെയും ഗതി. പ്രസംഗകൻ തിരുവഴുത്തിലില്ലാത്തതും കർത്താവ് ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ പിശാചിന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ജനത്തിന്റെ മുമ്പിൽ വാരി വിളമ്പുകയാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വേണമെങ്കിൽ അങ്ങനെ വിളമ്പാം, നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളതായിരിക്കും അത്. പക്ഷെ തിരുവചനത്തിൽ നിങ്ങൾ നോക്കിയാൽ അത് കാണില്ല. അതുപോലുള്ള പ്രസംഗങ്ങൾ ഇന്ന് ഒരുപാടിടങ്ങളിലുണ്ട്. എന്താണ് അതിന്റെ പ്രശ്നം? അത് ആർക്കും മനസ്സിലാവില്ല.
ഇപ്പൊ അയാളുടെ കണ്ണ് കർത്താവ് തുറന്നു കൊടുത്തു, അയാൾ അത് നോക്കുകയാണ്. You will be better, not the bottom, because the Lord has spoken. Bless the fruits of your womb, the crops of your land will be blessed. Whatever you put your hand will be blessed, because Almighty God has spoken. Bless the fruits of your womb, the crops of your land will be blessed. Whatever you put your hand will be blessed, because Almighty God has spoken. He will bless you when you go out. He will bless you when you come in. You will be better, not the bottom, because the Lord has spoken. He will bless you when you go out. He will bless you when you come in. You will be better, not the bottom, because the Lord has spoken. Blessed is he who doesn't walk in the counsel of the ungodly, neither he stands in the way of sinners, but he delights in the law of God. He meditates day and night. It's like a tree planted along the river that yields fruits in seasons. Whatever he does prospers. Blessed is he who doesn't walk in the counsel of the ungodly, neither he stands in the way of sinners, but he delights in the law of God. He meditates day and night. It's like a tree planted along the river that yields fruits in season. Whatever he does prospers. He will bless you when you go out. He will bless you when you come in. You will be better, not the bottom, because the Lord has spoken. He will bless you when you go out. He will bless you when you come in. You will be better, not the bottom, because the Lord has spoken. ഇതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം അവരുടെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ല. പ്രസംഗകർ ജനത്തോട് മാനസാന്തരം ആവശ്യപ്പെടുന്നില്ല. ജനത്തോട് മുട്ടുവേദന മാറ്റി തരും, തലവേദന മാറ്റി തരും, നീ എഴിച്ചെന്ന് തുള്ളിയാ മതി, നിനക്ക് അത് നടക്കും ഇത് നടക്കും. നോ, മാനസാന്തരമാണ് പരമപ്രധാനം. 21 ദിവസം നമ്മൾ ബോക്സ് വച്ച് കെട്ടി നാട് നീളെ ഒച്ച വച്ചാലും ജനം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ യാതൊരു ഗുണവുമില്ല. അവന് തലവേദന മാറിയുടെ കാര്യമില്ല, അവന്റെ കുടുംബ പ്രശ്നം മാറിയുടെ കാര്യമില്ല. Repentance is more important than anything else, without which no one can enter the kingdom of God. മാനസാന്തരമില്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിലെത്താനാവില്ല. സുഖമുണ്ടായോ എന്നുള്ളതല്ല വിഷയം, കൺവെൻഷനിൽ നിങ്ങൾക്ക് എന്തുണ്ടായി എന്നുള്ളത് എല്ലാം രണ്ടാമത്തെ കാര്യം. മാനസാന്തരം ഉണ്ടായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇവിടെ വിമർശനം, സംശയം, അവിശ്വാസം, നാളുകൾ ചിലർ കടന്നുപോയി. 6 മാസം പിന്നെ ഈ പഴയ ആ സഭയുടെ വെളിയിൽ കൂടെ പോകുന്നത് അയാളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ സഭ
ഇന്ന് മിക്ക സഭകളിലും ഇങ്ങനെയാണ്. മുഴുവൻ പാമ്പാണ്, മുഴുവൻ കടിയാണ്, മുഴുവൻ അടിയാണ്, മുഴുവൻ സർപ്പമാണ്. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനത്തെ സഭയിലാണോ കൂടുന്നത്? ദുരുപദേശങ്ങൾ നിറഞ്ഞിരിക്കുന്ന, വഴിപിഴപ്പിക്കുന്ന പഠിപ്പിക്കലുകൾക്കുള്ളിലാണോ നിങ്ങൾ കിടക്കുന്നത്? തമ്മിലടിയും ബഹളവും നടക്കുന്നിടത്താണോ നിങ്ങൾ ആയിരിക്കുന്നത്? നിങ്ങൾ വിട്ടുപോകേണ്ട സമയം അടുത്തിരിക്കുന്നു. പാമ്പുകളുടെ കൂട്ടിൽ കിടക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. കുഞ്ഞാടുകളുടെ കൂടെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. പന്നികളുടെ കൂട്ടത്തിൽ കിടക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. പ്രാവുകളുടെ കൂട്ടത്തിൽ ഉയരേക്ക് പറക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം നമ്മൾ ശ്രമിക്കണം, നമ്മൾ ഒരുങ്ങണമെന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സഭയ്ക്കകത്ത് വളർന്നു വരുന്ന അതിക്രമത്തെ കുറിച്ചാണ്. നമ്പർ 3, യഹൂദന് റീസ്റ്റോറേഷൻ സംഭവിക്കണം. യഹൂദൻ തിരിച്ചു വരണം. യഹൂദന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞു വിടാം, പെട്ടെന്ന് മനസ്സിലാകാൻ. അത്രയും കൂടി പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്ത് വേൾഡ് വാർ പറഞ്ഞ് നിങ്ങളെ വിട്ടേക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇസ്രായേലിന്റെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു ദൈവാലയ രൂപീകരണം നടക്കുകയാണ്. ഒന്ന് വായിക്കാവോ? രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 9-ാം അധ്യായം. യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്കുണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണിതു തീർന്ന ശേഷം യഹോവ ഗിബിയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ എന്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ. ശലോമോൻ ദൈവത്തിന് പണിതു കൊടുത്ത മനോഹരമായ ആലയത്തെ നോക്കി കർത്താവ് പറയാണ്, നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കാൻ. കണ്ടോ? എന്നേക്കും സ്ഥാപിക്കാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. I am consecrated. I am separated for myself. ഞാൻ എനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ ഇതിൽ എന്നേക്കും വസിക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം. BC 900 കർത്താവ് പറയുകയാണ്, ഞാൻ ഇതിൽ എന്നേക്കും വസിക്കും. അതിന് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും അതുപോലെ യേശുവിന്റെ രക്തത്താൽ എന്നേക്കും വസിക്കേണ്ടതിന് കർത്താവ് തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ ശരീരങ്ങളെ കർത്താവ് എന്നേക്കും വസിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി കേട്ടോളൂ, വായിക്കേ. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഓർപ്പിച്ചിരുന്നു, ഇത് ശലോമോനോട് കർത്താവ് പറഞ്ഞത്, എന്റെ കണ്ണും ഹൃദയവും എപ്പോഴും അവിടെ ഇരിക്കും. ഇതാണ് കെണിയായത്. നിങ്ങൾ വചനപ്രകാരം നടക്കുന്നുണ്ടോ, ഹൃദയപ്രകാരം നടക്കുന്നുണ്ടോ എന്ന് കർത്താവ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കുന്നവന്മാർ തെറ്റിപ്പിച്ചിട്ട് അവന്മാരെ വഴിക്ക് പോകും. ഞാൻ നിങ്ങളെ ഇപ്പൊ തെറ്റിച്ചാൽ അരമണിക്കൂറുടെ കഴിയുമ്പോൾ എനിക്ക് തരുന്ന ചപ്പാത്തി ഇറച്ചിയും കഴിച്ചുകൊണ്ട് ഞാൻ വണ്ടി കയറി സ്ഥലം വിടും. പക്ഷെ നിങ്ങൾ വഴിതെറ്റിപ്പോകും. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് അരമണിക്കൂറുടെ കഴിയുമ്പോൾ ഐ ക്യാൻ ഗോ ബാക്ക്, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ എനിക്ക് നൽകിയിരിക്കുന്ന ഈ സൗകര്യം കർത്താവിന്റെ വചനം പറയാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. കുപ്പിവെള്ളം അടക്കം ഇവിടെ തന്ന്, ഫാൻ അടക്കം ഇവിടെ തന്ന്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്റെ എന്തെങ്കിലും അവതരിപ്പിക്കാനല്ല, കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാ. ആ ഉദ്യോഗം ഞാൻ വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ, ഞാൻ പിശാചിന് കൂട്ടുനിന്നാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ് മറിച്ചിട്ട് ഞാൻ പോയാൽ ഞാൻ അതിന് കണക്ക് കൊടുക്കേണ്ടതായി വരും. സ്വത്രം കാര്യം ഗൗരവമായി നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ വായിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കൂ, വായിക്കേ. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും. ഒന്ന്, നീ ഹൃദയ നിർമ്മലതയോടെ നടക്കണം. ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും. കണ്ടോ? വൃത്തിക്ക് നടക്കാനാ പറയുന്നേ. സ്വതന്ത്രം ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ കാണുകയാണോ? 2-3 ചേട്ടന്മാർ ഇവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ കാണുകയാണോ, പഞ്ചാര അടിക്കുകയാണോ എന്നറിയില്ല. സ്വതന്ത്രം ഏതായാലും മാന്തിക്കൊണ്ടിരിക്കൂ. സ്വതന്ത്രം വായിക്കുക, സമയമില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന്. ആ വാക്കിന്റെ ഷാർപ്നെസ് ഉണ്ടോ? ഗുണം പിടിച്ച് നടന്നാൽ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു രാജാവ് ഇല്ലാതെ വരികയില്ല എന്നും ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. കണ്ടോ? ഞാൻ എന്നേക്കും സ്ഥിരമാക്കും, എന്നേക്കും സ്ഥിരമാക്കും. അതിന്റെ അർത്ഥം കർത്താവാണ് തീരുമാനിക്കുന്നത് സ്ഥിരമാക്കണോ വേണ്ടയോ എന്ന്. സ്തോത്രം വായിക്കേ. നിങ്ങളോ
പിതാക്കന്മാരോ എന്നെ വിട്ടുമാറി, നിങ്ങളോ നിങ്ങളുടെ മക്കളോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ. എത്ര മനോഹരം നോക്കിയേ. എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. കർത്താവ് പറഞ്ഞ സംഭവ, നിങ്ങളെ പറിച്ചു കളയും. വൈകെ എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും എന്റെ നാമത്തിന് വേണ്ടി ഞാൻ എന്നേക്കും ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആലയം ഞാൻ എന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. കർത്താവ് പറയാ, ഞാൻ ഇത് പൊളിച്ച് ദൂരെ കളയും. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. നാണക്കേടാവും, പഴഞ്ചൊല്ലാകും, പരിഹാസമാകും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്തെന്ന് ചോദിക്കും. കർത്താവ് പറയാണ്, ജനം ചോദിക്കണോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് സംഭവിച്ചു എന്ന് ജനം ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് അന്ന് നിങ്ങൾ ഇങ്ങനെ പറയണം. അന്ന് നിങ്ങൾ പറയേണ്ട മറുപടി ഇതാണ്: നിങ്ങളുടെ പിതാക്കന്മാരുടെ അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും. ഇത് ചെയ്തതുകൊണ്ടാ പൊളിച്ചടിക്കിയതെന്ന് ഉത്തരം പറയണം. കാലം ചിലത് പിന്നെയും മുമ്പിലേക്ക് പോയി. 960 പണിത് വെച്ച ദൈവാലയം 606 നെബൂഖദ്നേസർ പൊളിച്ചു. 585 പൂർണ്ണമായി പൊളിച്ചു. 440കളിൽ അതിനെ കോരസിന്റെ നേതൃത്വത്തിൽ റീബിൽഡ് ചെയ്തു. 168 പിന്നെയും അതിനെ അന്ത്യോക്കസ് എപ്പിഫാനസ് പന്നിയെ കൊണ്ടുവച്ച് യാഗം കഴിച്ച് നശിപ്പിച്ചു. അതിനെ പിന്നെ 46 കൊല്ലമെടുത്ത് ഹെരോദാവ് പുതുക്കി പണിതു. അതിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇനിയെങ്കിലും മടങ്ങി വന്നില്ലെങ്കിൽ ഈ ദൈവാലയം കല്ലിന്റെ പുറത്ത് കല്ല് കാണില്ല. അത് പറഞ്ഞതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിച്ചു. AD 70 അവരുടെ അമ്പലചുംബിയായ ദൈവാലയം പിന്നെയും ക്രിസ്തുവിന്റെ കാലത്ത് ജെറുസലേമിലെ സമ്പന്ന കൃഷിക്കാരുടെ ഒലിവ് പാടങ്ങൾ ഇവിടെയായിരുന്നു. സുഖകരമായ കാലാവസ്ഥയും ഏകാന്തതയും തേടിയാകാം അന്ന് യേശു ധ്യാനത്തിനായി ഈ മല കയറി വന്നിരുന്നത്. കുത്തനെയുള്ള ഇടുങ്ങിയ പാത, മലഞ്ചെരുവിലെ ഗെത്സമനി തോട്ടത്തിന്റെ കവാടവും കടന്ന് അബ്ബാസിന്റെ കാർ നീങ്ങി. ഇന്നെനിക്ക് തിരക്കിട്ട യാത്രാ പരിപാടികളാണ് ഉള്ളത്. പുരാതന ജെറുസലേമിലെ ചരിത്ര മന്ദിരങ്ങൾ ക്യാമറയിൽ പകർത്തണം. പിന്നെ അബ്ബാസിനോടൊത്ത് പാലസ്തീന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും വേണം. കണ്ടോ, ഈ കാണുന്ന അലക്സ എന്ന് പറയുന്ന അലക്സ എന്ന് പറയുന്ന ദൈവാലയം ഇതാണ് ഇനി പൊളിക്കാനുള്ള ദൈവാലയം. ഇത് പൊളിക്കുമ്പോഴാണ് അടി നടക്കാനുള്ളത്. അടി നടക്കുന്നതിന് മുമ്പാണ് നമുക്ക് പോകാനുള്ളത്. അതിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണം. തിരുവെഴുത്ത് പറയുന്നത് പോലുള്ള വിശുദ്ധ ജീവിതം നിർബന്ധമാണ്. ആരെങ്കിലും പറഞ്ഞിരുന്ന പോലെ എങ്ങനെങ്കിലും പോയാൽ പരിപാടി നടക്കില്ല. ഇനി ആദ്യം നടക്കേണ്ടത് യേശുവിന്റെ വരവാണ്. അത് സംഭവിക്കണമെങ്കിൽ ഈ യുദ്ധം നടക്കണം. ആ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതിന്റെ ഡ്രില്ലിംഗ് കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ. അറ്റ് എനി ടൈം കർത്താവിന്റെ വരവ് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വളരെ നെഞ്ചുവേദനയോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. കേട്ടോ, പുരാതന ജെറുസലേമിന് അരികെ എത്തിയിരിക്കുന്നു. പുരാതന നഗരത്തിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് സഞ്ചാരികളെത്തിയ ബസ്സുകൾ നിരന്നു കിടക്കുന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കണ്ടോ. ഇങ്ങനെ ആൾക്കാരെ ആയിരക്കണക്കിന് അവിടെ കാണാൻ പറ്റും. നമ്മളും പോയാൽ ഇപ്പോൾ ഒരു 1.25 ലക്ഷം രൂപയാവും നമുക്ക് പോകണമെങ്കിൽ. ഒന്ന് പോയി കണ്ടിരിക്കണം, നല്ലതാണ്. മനസ്സിലാകണ്ടോ? എന്നിട്ട് മാനസാന്തരപ്പെട്ടാലും മതി. കൊറോണ വന്നാൽ 2 ലക്ഷം രൂപയാവും കുറഞ്ഞത്. അത് വരാതെ കിടന്നില്ലേ? അതുകൊണ്ട് 1.5 ലക്ഷം രൂപ എല്ലാക്കി പോയിട്ട് വരുന്നതിന് പാവമൊന്നുമില്ല. ഒന്ന് പോയി കണ്ട് അവിടുത്തെ മണലൊക്കെ കുപ്പിയിൽ വാരി കുറച്ച് ചെളിയൊക്കെ എടുത്ത് കൊണ്ടുവരിക. സ്വതന്ത്രം. അതെ, സംഘർഷമൊഴിയുന്ന നാളുകളിൽ ജെറുസലേമിലെ കാഴ്ച ഇതാണ്. ഞങ്ങളുടെ കാർ ഡൂം ഗേറ്റിന് മുന്നിലെത്തി. അത് സൗകര്യപ്രദമായ ഒരിടത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നടന്നു. മതിൽക്കെട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ താഴെ തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഇന്നിത്. ലോകമെമ്പാടുമുള്ള അന്ന് കർത്താവ് പറഞ്ഞ എന്താ? എന്റെ നാമം ഇവിടെ എന്നേക്കും ഇരിക്കും. ഇപ്പൊ എന്തായി? ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായി. കണ്ടോ, ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായി. കർത്താവ് നമ്മുടെ ആലയത്തെ എന്നേക്കും ഇരിക്കാനും ഏത് വിഷയത്തിനും പരിഹാരം കൊടുക്കാനുമായി പണിത ദൈവാലയമാണ്. ഇസ്രായേലിന്റെ അഭ്യാസം കാരണം അതിനെ ആർക്കിയോളജിക്കൽ സൈറ്റാക്കി മാറ്റിയിട്ട് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ
കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മുടെ ശരീരത്തിനകത്ത് വസിക്കുവാൻ കർത്താവിന് കൃപ തോന്നി. പ്രൈസ് ദി ലോർഡ്. ജൂതജനത്തിന്റെ ആത്മാവിലെ നൊമ്പരമാണ് ഈ കാഴ്ച. ക്രിസ്തുവിന് മുൻപ് 960 സോളമൻ രാജാവ് പണിത ജൂതക്ഷേത്രം ഇവിടെയായിരുന്നു. BC 597 നെബുക്കദ് നസറിന്റെ നേതൃത്വത്തിൽ ഈ നഗരം പിടിച്ചടക്കിയ ബാബിലോണിയക്കാരാണ് ക്ഷേത്രം ആദ്യം അഗ്നിക്കിരയാക്കിയത്. ഏതാനും ദശാബ്ദങ്ങൾക്ക് ശേഷം സോളമന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. പക്ഷേ ദുർവിധി അവസാനിച്ചിരുന്നില്ല. ദുർവിധി എന്നാണ് അവർ പറയുന്നത്. ചരിത്രം പറയുന്ന ദുർവിധി എന്നാണ്. ദുർവിധി അല്ല. കർത്താവ് എന്താ പറഞ്ഞേ? ഇത് പൊളിച്ചു കളയുമ്പോൾ നാട്ടുകാർ ചരിത്രം പറയാൻ വരും. അപ്പൊ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന ദൈവത്തെ വിട്ടിട്ട് തോന്നിയ ദൈവങ്ങളുടെ പുറകെ പോയത് കൊണ്ട് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കണം. അത് സന്തോഷത്തിന് അറിയില്ല. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് ദുർവിധി അല്ല, കയ്യിലിരിപ്പ് കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതാണ്. സ്തോത്രം. AD 70 ക്ഷേത്രം വീണ്ടും തകർക്കപ്പെട്ടു. അന്നു മുതൽ ഇതിന്റെ പുനർനിർമ്മാണം ജൂതജനതയുടെ സ്വപ്നമാണ്. അൽ അക്സ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. സഞ്ചാരികളും ടൂർ ഗൈഡുകളും എല്ലാമായി കുറേയേറെ ആളുകൾ രാവിലെ തന്നെ അവിടേക്ക് നീങ്ങുന്നുണ്ട്. അൽ അക്സയും ഡോം ഓഫ് ദി റോക്കുമെല്ലാം കർശന സുരക്ഷാ വലയത്തിലാണ്. മെറ്റൽ ഡിറ്റക്ടറിനകത്തുകൂടി വേണം ആ ഭാഗത്തേക്ക് കടക്കാൻ. പരിശോധനകൾ കഴിഞ്ഞിറങ്ങുന്നത് ഒരു മരവേലിയുടെ അരികിലേക്കാണ്. മരം കൊണ്ട് നിർമ്മിച്ച ഒരു മേൽപ്പാലം. ഇതിലൂടെയാണ് അൽ അക്സയുടെ മുറ്റത്തെത്തുക. നല്ല നീളമുള്ള ഒരു ഇടനാഴി. മരപ്പലക പാകിയ അതിലൂടെ നടക്കുമ്പോൾ താഴെ ഒരു കാഴ്ചയുണ്ട്. ഒരു മതിൽ. അതിനു മുന്നിൽ കുറേയേറെ പേർ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രാർത്ഥനാ സ്ഥലമുണ്ട്. വേദപുസ്തകം വായിച്ച് പ്രത്യേക രീതിയിൽ ആടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ജൂതന്മാരാണ്. ലോകപ്രസിദ്ധമായ പടിഞ്ഞാറൻ മതിലിന് മുൻപിലാണ് അവർ നിൽക്കുന്നത്. കണ്ണീരിന്റെ മതിലെന്ന് അപരനാമമുള്ള കൽഭിത്തി. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സ്ഥലമാണ് ഇത്. പഴയ ജൂതക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ ഈ മതിലിന് മുൻപിൽ പ്രാർത്ഥനയ്ക്ക് എത്താറുണ്ട്. പ്രത്യേക വേഷവിധാനങ്ങളോടെ ആടിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന മലയാളികൾക്ക് കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. കറുത്ത കോട്ടും തൊപ്പിയും ധരിച്ചവർ റബ്ബികളാണ്. ഹീബ്രു വേദം പഠിച്ച് വൈദിക പട്ടം നേടിയവർ. യഹൂദന്മാരുടെ ഭക്തിയും ഈ മതിലിന് അവരുടെ ജീവിതത്തിലുള്ള സ്ഥാനവും വ്യക്തമാക്കുന്നതാണ് മതിലിന്മേൽ അർപ്പിക്കപ്പെടുന്ന ചുംബനങ്ങൾ. തെല്ലൊരു കൗതുകത്തോടെ ഞാൻ ആ കാഴ്ച കണ്ടുനിന്നു. പ്രാർത്ഥിക്കുകയും ഇതെല്ലാം ചെയ്യാണ്. പക്ഷേ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം അവരുടെ ജീവനായകനായ കർത്താവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രക്ഷകനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തം. ഇനി അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ അടിയാണ്. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു ന്യായവിധി. ആ ന്യായവിധി താമസിയാതെ തുടങ്ങാൻ പോവുകയാണ്. അതാണ് 7 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. സ്തോത്രം. നമ്മൾ കാണുന്നതൊന്നുമല്ല സംഭവം. വലിയ സംഭവത്തിലേക്ക് കഥകൾ നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ ചിന്തിച്ച് മാനസാന്തരപ്പെടേണ്ടുന്ന സമയം അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മതിൽ തലയിടിച്ച് പ്രാർത്ഥിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ മതിലിന് വിലാപത്തിന്റെ മതിൽ എന്ന് പേര് വന്നതും. മതിലിന് മുൻപിൽ വേദപുസ്തക വാക്യങ്ങൾ ഉരുവിട്ടുള്ള പ്രാർത്ഥന മാത്രമല്ല നടക്കുന്നത്. ചിലർ പ്രാർത്ഥനാ ശകലങ്ങൾ എഴുതിയ കടലാസു തുണ്ടുകൾ മതിലിന്റെ വിടവുകളിൽ തിരികെ വയ്ക്കുന്നു. മതിലിന്റെ പൊത്തുകളിൽ ധാരാളം ചെറുകിളികൾ വസിക്കുന്നുണ്ട്. ഭക്തിയുടെ കാഴ്ചകൾക്ക് മീതെ അവ കളനാദം മുഴക്കി പറന്നു കളിക്കുന്നു. തലമുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലൊരു ദൈവാലയമുണ്ട്. അത് പൊളിക്കപ്പെടുവാനും ഇവരുടെ ദൈവാലയം പണിയുവാനുമാണ്. ഇനി നമ്മൾ ആ ദൈവാലയത്തിലേക്കാണ് പോകുന്നത്. വെസ്റ്റേൺ ബോളിന് സമീപത്തെ ഭക്തരുടെ അരികിലേക്ക് പിന്നീട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു.
നീളൻ മര ഇടനാഴിയിലൂടെ മുന്നോട്ടു നടന്നു. ഇടനാഴി ഇറങ്ങിയെത്തുന്നത് പഴയ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ്. കല്ലുപതിച്ച വലിയ തറ, തകർന്ന തൂണുകളുടെ അവശിഷ്ടങ്ങൾ ക്രമമായി പെറുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അതിനുമപ്പുറം കൽച്ചുവർ. AD 70 പൊളിക്കപ്പെട്ട ദൈവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ പറക്കി അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് പറക്കി അടുക്കി വെക്കാൻ വേണ്ടി അവർ തിരിച്ചു വരുന്നത് 1847 കൊല്ലത്തിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 1917 പിന്നീട് ഇസ്രായേൽ അവന്റെ രാഷ്ട്രത്തിൽ വരുന്നത്. അപ്പോഴും അന്ന് പൊളിച്ചിട്ട കല്ല് അതുപോലെ കിടക്കുകയാണ്. സ്തോത്രം. എത്ര വർഷം മനസ്സിലാകുന്നുണ്ടോ? 1847 കൊല്ലത്തിന് ശേഷം. AD 70 പൊളിച്ചതാണ്. 1917 ഇസ്രായേൽ പിന്നെ തിരിച്ചു വരുന്നത്. അപ്പോഴും പൊളിച്ചിട്ടത് അതുപോലെ അവിടെ കിടക്കുന്നു. അവർ പറക്കി അടുക്കി വെച്ചിരിക്കുക. പക്ഷെ ഒരു പ്രശ്നം, അവിടെ ഒരു ദൈവാലയം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതെങ്ങനെ വന്നു? നരച്ച താഴികക്കുടവുമുള്ള അൽ അക്സ ദേവാലയം. ഞാൻ അൽ അക്സയുടെ മുന്നിലേക്ക് ചെന്നു. ജെറുസലേമിലെ ഏറ്റവും വലിയ മോസ്കാണ് അൽ അക്സ. ഒരേ സമയം 5000 ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ലോക മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ് ഇത്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നുമാണ് മുഹമ്മദ് നബി ഗബ്രിയേൽ മാലാഖയാൽ അനുഗതനായി സ്വർഗത്തിലേക്ക് പോയത് എന്നാണ് വിശ്വാസം. ഇതൊക്കെ ചുമ്മാതാണ്. നബി മുകളിലോട്ടൊന്നും പോയിട്ടില്ല. അയാളുടെ ശവകുടീരം മക്കേ കിടപ്പുണ്ട്. അയാൾ മേളിലോട്ട് പോയി ചുമ്മാ പലതൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. ഇനി ഒരു കഥ കൂടി, ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാണ്. AD 70 ഇസ്രായേലിന്റെ ദൈവാലയം തകർക്കപ്പെടുകയും അവിടെയുള്ള ആൾക്കാരെ കൊല്ലുകയും മിച്ചം ആൾക്കാരെ നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ കുറച്ച് സ്ത്രീകളെ അവരവിടെ ഉപേക്ഷിച്ചു. ആ സ്ത്രീകൾ അവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. അവിടെയുള്ള അറബികൾ ആ സ്ത്രീകളുമായി ചേർന്ന് ജീവിച്ചു. അവർക്ക് മക്കൾ ജനിച്ചു. പിന്നെ അവിടെ ഏകദൈവം എന്നും പറഞ്ഞ് അവരിങ്ങനെ പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. AD 70 കഴിഞ്ഞു, AD 100 കഴിഞ്ഞു, 200 കഴിഞ്ഞു, 300 കഴിഞ്ഞു, 400 കഴിഞ്ഞു, 500 കഴിഞ്ഞു. അപ്പൊ തലമുറകൾ പലതായി. 500 കഴിയുമ്പോഴാണ് മുഹമ്മദ് നബി വരുന്നത്. നബി വന്നു കഴിഞ്ഞപ്പോ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഖുറൈശി ദൈവമായ അല്ലാഹുവിന്റെ പേരിൽ ഒരു പുതിയ മതമുണ്ടായി. അതിന്റെ പേരാണ് ഇസ്ലാം. അന്നുണ്ടായ സമ്മർദ്ദത്തിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജനം ഇസ്ലാം മതം സ്വീകരിച്ചു. യഹൂദ മതത്തിന്റെ എല്ലാ പശ്ചാത്തലവും ഇവർക്കുണ്ട്. യഹൂദന്മാരെ വഴിപിഴപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ വരുന്നതും. ക്രിസ്ത്യാനികളെ തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശവും ഇദ്ദേഹത്തിനുണ്ട്. അതാണ് നബി മരിക്കുമ്പോൾ ഒരു യഹൂദ സ്ത്രീ വിഷം കൊടുത്താണ് നബി മരിക്കുന്നത്. ചാവാൻ നേരത്തെ അയാൾ പറയുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും വച്ചേക്കരുതെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ആൾക്കാര് മാക്സിമം ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തയ്യാറായിക്കോണം കയറി പോവാൻ. ആ മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് റോമൻ കാത്തലിക്. പോപ്പ് അവരുമായിട്ട് ചേർന്ന് നടക്കുകയാണ്. ഇവർ ഒരുമിക്കും. അവസാനം ലോകരാഷ്ട്രങ്ങൾ അവസാനം ഒറ്റപ്പെടും. ഹിന്ദുയിസം ഒന്നും വലുതായിട്ട് വളരത്തില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് വളരുമെന്നേ ഉള്ളൂ. അതൊക്കെ കൂണ് പോലെ വളരും. അതൊക്കെ നശിച്ചു പോകും. ഒരുപാടൊന്നും ഇവിടെ അവർക്ക് പിടിച്ചിരിക്കാനാവില്ല. പക്ഷെ ഇസ്ലാമും ഇപ്പറഞ്ഞ റോമൻ കാത്തലിക്കും ഒരുമിച്ച് എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അവരൊരുമിച്ച് നിന്നിട്ടായിരിക്കും ഏക ഭരണാധികാരിയെ കൊണ്ടുവരാൻ പോവുക. അന്ന് നമ്മൾ ഒറ്റപ്പെടില്ല. കാരണം അതിനു മുമ്പ് നമുക്ക് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം വിഗ്രഹങ്ങളെ വിട്ടുവരിക, അവരുടെ എല്ലാ ഉപദേശങ്ങളെയും വിട്ടുവരിക, ക്രിസ്തുവിലേക്ക് ചേരുക, മാനസാന്തരപ്പെടുക, വിശുദ്ധ ജീവിതത്തിന് തയ്യാറാവുക. ഇവരെല്ലാ ടീമുകളും ഒരുമിക്കുമ്പോൾ അവരുടെ നേതാവ് വരാൻ പോവുകയാണ്. ഞാനിനി ആ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ AD 70 അത് സംഭവിച്ചു. AD 500 കഴിയുമ്പോൾ നബി വന്നു. AD 600 കഴിഞ്ഞപ്പോ അവർ ഈ പള്ളി പണിതു. യഹൂദൻ തിരിച്ചു വന്നപ്പോൾ പ്രശ്നം, അവന്റെ ദൈവാലയത്തിന്റെ ഒരു ഭാഗം എടുത്താണ് മുസ്ലിം പള്ളി പണിതിരിക്കുന്നത്. ഇനി അത് പൊളിച്ചാലേ ഇവർക്ക് ഈ പള്ളി പണിയാൻ പറ്റുള്ളൂ. അത് പൊളിച്ചാൽ അടി നടക്കും. ആ അടിയാണ് ഇനി നടക്കാനിരിക്കുന്ന തേർഡ് വേൾഡ് വാർ. ആ വേൾഡ് വാർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടം വിട്ടു പോകേണ്ടതായി വരും. സ്തോത്രം. ഒരുക്കമല്ല നടക്കുന്നുണ്ടോ? അതോ ചുമ്മാ 21 ദിവസം ഉപവാസമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞും പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ? നമുക്ക് 100 വിഷയമുണ്ട് പ്രാർത്ഥിക്കാൻ, അല്ലേ? വീട് വെക്കണം, കാറ് മേടിക്കണം, പിള്ളേർക്ക് അഡ്മിഷൻ ശരിയാവണം, എന്തുമാത്രം വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതല്ല പ്രധാനം. എല്ലാം പ്രാർത്ഥിച്ചോളൂ. ഇതെല്ലാം കർത്താവിനോടല്ല വേറെ ആരോട് പറയാൻ. പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കർത്താവിന്റെ രഹസ്യപരവ് സംഭവിക്കുമ്പോൾ അക്കരെ നാട്ടിൽ പോകണം എന്നതാകണം. അത് വിട്ടുപോയാൽ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അഡ്മിഷന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മളെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ആവശ്യമുള്ളതാണ്.
പക്ഷെ ഏറ്റവും പരമപ്രധാനമായത് ഈ ഭൂലോകം വിട്ട് നമ്മൾ പോകുമ്പോൾ കർത്താവിന്റെ അടുത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉത്തമ സമ്പത്ത് പ്രാപിക്കുവാൻ യോഗ്യതയോടെ നമ്മൾ പോകണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനൊരു പ്രയോജനവുമില്ല. മുഴു ലോകവും നേടാൻ നമുക്കാവില്ല. നമ്മൾ എന്തെങ്കിലും കുറേയൊക്കെ നേടിയിട്ട് എന്തോ സംഭവം നേടിയതുപോലെ നമ്മൾ നടക്കുകയാണ്. ഒരു ശ്വാസത്തിനില്ലതെല്ലാം തീർന്നു പോകാൻ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഒരിച്ചിരി പഞ്ചസാര കൂടിയാൽ തീരത്തക്കതേ ഉള്ളൂ ഇതെല്ലാം. ഇച്ചിരി ഉപ്പ് കുറഞ്ഞാൽ തീരത്തക്കതേ ഉള്ളൂ ഇതെല്ലാം. പ്രഷർ വ്യത്യാസം വന്നാൽ തീരത്തക്കതേ ഉള്ളൂ ഇതെല്ലാം. കർത്താവ് കൃപയാൽ ഇതെല്ലാം തന്നിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകയൽപ നേരം മാത്രം തീരുവാനേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാനേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. പ്രൈസ് ദി ലോർഡ്. അല്പ സമയമുള്ളൂ നമുക്കിവിടെ. ഒരുപാട് കാലമുണ്ടെന്ന് വെച്ച് ചട്ടം കെട്ടി നമ്മൾ ജീവിക്കേണ്ട. എത്രയും വേഗം നമ്മൾ യാത്ര പോകാനുള്ളവരാണ്. സ്തോത്രം. വളരെ വേഗം ഞാൻ രാഷ്ട്രീയ വ്യവസ്ഥിതി കൂടി പറയാൻ പോവുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ അയാൾക്ക് ഹൃദയത്തിൽ ചുമ്മാതൊരു ചിന്ത, കർത്താവേ ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കർത്താവ് നെബൂഖദ്നേസറിന് ഒരു സുന്ദരൻ സ്വപ്നം കാണിച്ചു കൊടുത്തു. വളരെ ശ്രദ്ധിച്ചിരിക്കണം, കഥ പറയാൻ പോവുകയാണ്. ഒരു സുന്ദര സ്വപ്നം എന്ന് പറഞ്ഞാൽ അയാൾ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഒരു വലിയ രൂപം കാണുകയാണ്. കണ്ട ആള് പേടിച്ചു പോയി, പിറ്റേന്നഴിച്ച് മറന്നുപോയി. നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി, അത് പറഞ്ഞുതരാൻ പറഞ്ഞു, ഒരുത്തനും പറ്റിയില്ല. പിന്നെ കർത്താവ് ദാനിയേലിനെ പറഞ്ഞു വിടുന്നു. ദാനിയേൽ പറഞ്ഞു കൊടുക്കാണ്, രാജാവേ അങ്ങ് കണ്ടത്, ഞാൻ 2-ാം അധ്യായമാണ് ഇപ്പൊ പറയുന്നത്, നിങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. അങ്ങ് കണ്ടത് വലിയൊരു ബിംബമാണ്. രാജാവ് ഉറങ്ങാൻ പോയപ്പോൾ ഹൃദയത്തിൽ ചിന്തിച്ചത് ഇതാണ്, രാജാവ് ചത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ പിണറായി ചിന്തിക്കുന്നത് പോലത്തെ ഒരു ചിന്ത അല്ലേ? അതുകൊണ്ടൊന്നും സംഭവിക്കാതിരിക്കാനാണ് മരുമകനെ കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നരേന്ദ്രമോദി അമിത്ഷാജിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ദെൻ പിന്നെ യോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ കാര്യത്തിലും വലിയ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. സ്വതന്ത്രം പലരെയും ടെൻഷൻ പിടിപ്പിക്കുന്ന അതാണ്, എന്റെ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ ലോകത്തിന്റെ വൻപൻ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടായിരുന്ന നെബൂഖദ്നേസറിന്റെ ചുമ്മാ അതൊരു ചിന്ത, വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ മൈ ഡെത്ത്? എന്റെ മരണശേഷം എന്ത് സംഭവിക്കും? കർത്താവ് കാണിച്ചു കൊടുത്തതാണ് വലിയൊരു പ്രതിമ. അതിന്റെ തല പൊന്നുകൊണ്ടുള്ളത്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്, അരയും പയറും താമ്രം കൊണ്ടുള്ളത്, കാലിരുമ്പ് കൊണ്ടുള്ളത്, കാൽപാദം ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഗ്രഹങ്ങൾ, പ്രതിമകൾ കൊണ്ടുള്ളത്, അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടുള്ളത്. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്നു, അതിന്റെ കാലയിൽ അടിച്ചിട്ട് അത് മൊത്തം ധൂളിയായി പറന്നുപോയി. ആ കല്ല് ഒരു മഹാപർവ്വതമായി വലുതായി. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലൊക്കെ സ്വപ്നം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ ഇവിടെ നെബൂഖദ്നേസർ രാജാവും ഒന്ന് ഞെട്ടി. ആ സംഭവത്തിന്റെ അർത്ഥം കർത്താവ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് വളരെ മനോഹരമായിട്ട്. ഒന്ന്, രാജാവ് കണ്ട ബിംബത്തിന്റെ തല പൊന്നുകൊണ്ടുള്ളത് അത് രാജാവ് തന്നെ, അല്ലെങ്കിൽ തിരുമനസ് തന്നെ. നമ്പർ 2, അതിന്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത് അത് രാജാവിന്റെ കാലശേഷം വരാൻ പോകുന്ന മേദ്യോ പേർഷ്യ എന്ന സാമ്രാജ്യമാണ്. അതിനുശേഷം മൂന്നാമതൊരു സാമ്രാജ്യം വരും, ഗ്രീസ്. അലക്സാണ്ടറുടെ ഗ്രീസ് യവനായ സാമ്രാജ്യം, അത് ലോകം മുഴുവൻ ഭരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അയാൾ ഭരിച്ചു. അതിനുശേഷം ഒരു റോമാ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു, ഇരുമ്പ് പോലെ ബലമുള്ള ഒരു റോമാ സാമ്രാജ്യം. ഇതും പിൽക്കാലത്ത് വന്നു. നിങ്ങൾ ഒന്നറിയണം, നെബൂഖദ്നേസറിനോട് കർത്താവ് പ്രവചനം പറഞ്ഞത്, നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ കാൽപാദം മാത്രം വന്നാൽ മതി, ബാക്കിയെല്ലാം സംഭവിച്ചു. എന്റെ അർത്ഥം എന്താണ്? പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിലും മാറ്റമില്ലെന്നാ. അതുകൊണ്ട് റോമൻ കാത്തലിക്സ് പറയുന്നത് ബൈബിൾ വലിയ കാര്യമൊന്നുമില്ല, പാരമ്പര്യമാണ് കാര്യം. കാരണം അവനറിയാം ഇതിനകത്തുള്ളത് സത്യമാണെന്ന്. ഇതിനെ തള്ളി പറഞ്ഞാലേ അവന്റെ ഇടപാട് നടക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സിംഹഭാഗവും പണ്ട് പ്രവചനമായിരുന്നു, പക്ഷെ ഇന്ന് അത് ചരിത്രമായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇത് ജീവിക്കുന്ന ഗ്രന്ഥമാണ്. സ്തോത്രം. ഇനി ഏറ്റവും ഒടുവിൽ കാല് പാദം ഇരുമ്പ് കൊണ്ടുള്ളത് അതൊരു ഭിന്ന രാജ്യത്വമാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെമോക്രസി. രാഷ്ട്രീയവും മതവുമാണ് ആ കാണുന്ന ഇരുമ്പും കളിമണ്ണും. അതാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡിയൊക്കെ എത്തിയപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി അല്ലേ? എന്താണ് രാഷ്ട്രീയം? BJP ആണ് രാഷ്ട്രീയം. എന്താണ് മതം? ഹിന്ദുയിസമാണ് മതം
അല്ലേ? അല്ല, പണ്ട് മറ്റേ അപ്പൂപ്പനൊക്കെ ഇരുന്നപ്പോൾ, തലയെക്കെട്ടൊക്കെ ഇരുന്നപ്പോൾ നമുക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു, അല്ലേ? ഉമ്മൻചാണ്ടിയൊക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് പാർട്ടി, എന്താണ് മതവും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മുസ്ലിം ലീഗാണ് ഇവിടെ, ലീഗാണ് അല്ലെങ്കിൽ ഇസ്ലാമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മതം മുസ്ലിമാണ്. അത് ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP അടുത്തിടയ്ക്കൊന്നും കേരളത്തിൽ ഭരിക്കാൻ പോകുന്നുമില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്. എന്തിനാ ഇതിങ്ങനെ പൊളിച്ചു പറഞ്ഞിരുന്നത് അറിയാവോ? കഥ ശരിക്കറിയണം. ഇനി ഒരുപാട് കഥ കണ്ടോണ്ടിരിക്കാനില്ല. ഈ മുഴുവൻ ഭൂമിയും പിശാചിന്റെ കയ്യിലേക്ക് കർത്താവ് കൊടുത്തിരിക്കുകയാണ്. തന്റെ മക്കളെ കൊണ്ടുപോകാൻ മാത്രം കർത്താവ് ഒരു കാഹളം ധ്വനിപ്പിക്കും. ആവലോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രം അക്കരെ നാട്ടിൽ പോകാം, ബാക്കി എല്ലാവരും കൈവിടപ്പെട്ടു പോകും. അറ്റ് ലാസ്റ്റ് കൈതൊടാത്ത കല്ല് വരാൻ പോകുന്ന സമയം മുഴുവൻ പ്രതിമ ഒരുമിച്ച് വരണം. നമ്മുടെ മോഡി ഭരണത്തിലെത്തിയതോടുകൂടി നമുക്ക് ലോക രാഷ്ട്രങ്ങളുമായി നല്ല ടൈപ്പായി. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ടൈപ്പ്. അത് അങ്ങനെ വന്നത് അങ്ങനെ ഉണ്ടാവണം. ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇതുപോലെ ഒരുമിക്കണം. ഒരുമിക്കുമ്പോൾ കൈതൊടാത്ത കല്ല് താഴേക്ക് വരണം. കണ്ടോ, ഇപ്പൊ രാഷ്ട്രങ്ങൾ ഒരുമിച്ചുകൊണ്ടിരിക്കുക. കല്ല് താഴേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. കാര്യത്തിന്റെ ഒരു ബ്രീഫ് ഐഡിയ എങ്കിലും കിട്ടിയവർക്ക് ഒരു സ്വതന്ത്രം പറയാവോ? താങ്ക് യു ജീസസ്. ഇനി ഞാൻ ഒരു പടം കൂടി കാണിക്കാം. എന്ന് പറഞ്ഞാൽ ദാനിയേൽ കണ്ട ദർശനം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും അർത്ഥം ഒന്ന് തന്നെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ദാനിയേൽ കണ്ട ദർശനം 4 മൃഗങ്ങളാണ്. അത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായമാണ്. 1-ാമത്തെ മൃഗം സിംഹം. അത് ബാബിലോണിനെ സൂചിപ്പിക്കുകയാണ്. ബാബിലോൺ. സ്വത്രം വിശദീകരണം തൊടുന്നേ ഇല്ല. ബാബിലോണിനെ സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ മലയാളം പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ നമ്പർ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. വീട്ടിൽ അയച്ചു തരും. സ്വത്രം അതിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ, നമ്പർ എൻ്റെ എടുത്തിട്ടില്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ മതി. എന്നിട്ട് വിളിച്ചാൽ. മലയാളം അറിയാന്നുള്ളവർ, തമിഴ് മാത്രമേ അറിയാന്നുള്ളവർ വെറുതെ വിളിക്കേണ്ട. നോ യൂസ് അറ്റ് ഓൾ. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ 1-ാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം. 2-ാമത്തേത് മേദ്യ പേർഷ്യ കരടിക്ക് സദൃശ്യം. അത് 3 വാരിയല്ലുകളൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് കയറി വരുന്ന ഒരു വലിയ മൃഗം. 3-ാമത്തേത് പുള്ളിപ്പുലിക്ക് സദൃശ്യം. അത് ഗ്രീസ് സാമ്രാജ്യത്തെ കുറിക്കുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഗ്രീസ് സാമ്രാജ്യം. അത് പിന്നീട് 4 സാമ്രാജ്യമായി മാറുന്നു. അതാണ് 4 ചിറകുകൾ. 4 സാമ്രാജ്യ നേതാക്കന്മാർ. അതെല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ എന്താ പറയാ, പിന്നെ കൺഫ്യൂസ്ഡ് ആക്കണ്ട. ദ ലാസ്റ്റ് വൺ റോമ സാമ്രാജ്യം. സ്തോത്രം. അതിന് 10 കൊമ്പുകൾ ഉള്ളതായി അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ദാനിയേൽ കാണുന്ന ദർശനമാണ്. അടുത്ത് ഈ 580കളിലാണ് ഈ ദർശനം കാണുന്നത്. AD 90 ആകുമ്പോൾ, 96 ആകുമ്പോൾ ഇവിടെ കണ്ട മൃഗത്തിന്റെ തലയിൽ ഒരു ചെറിയ കൊമ്പിനെ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കൊമ്പ്. ഓക്കെ, അതിന് മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണൊക്കെയുള്ള പിന്നെ ഒരു കൊമ്പ്. ഈ 10 കൊമ്പിന്റെ ഇടയ്ക്ക് ഒരു കൊമ്പ് കയറി വരുമെന്ന് 580 പറഞ്ഞു. AD 96 ആയപ്പോ ഈ കൊമ്പിനെ ഒരു മൃഗമായി കാണിച്ചു കൊടുത്തു യോഹന്നാന്. മനസ്സിലായോ? 580 ദാനിയേൽ കാണുമ്പോൾ ഈ മൃഗത്തിന്റെ തലയിൽ ഒരു ചെറിയ കൊമ്പ് കാണിച്ചു കൊടുത്തു. പക്ഷേ AD 96 ആകുമ്പോൾ യോഹന്നാന് ഈ ചെറിയ കൊമ്പിനെ മൃഗമായി കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാക്കി കാണിച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം. മനസ്സിലുണ്ടോ? എന്ന് പറഞ്ഞാൽ ലോക രാഷ്ട്രങ്ങൾ ഒരുമിക്കുന്ന ഈ രംഗം. അതിനകത്ത് നമ്മുടെ മോഡി അടക്കം ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അധികാരവും കിട്ടുന്നത് പിശാചിനാലാണ്. ഇത് വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങളിലെ വിശദീകരണമാണ്. സമയത്തിന്റെ കുറവ് കാരണം ശ്വാസം എനിക്ക് ഇനിയും കിട്ടാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മനസ്സിലാണ്ടോ? ഇതേ കണക്ക് ഇനിയും കുറെ നേരം കൂടെ നിന്നാൽ എനിക്ക് നാളെ രാവിലെ പ്രസംഗിക്കാൻ പറ്റാതെ വരും. അപ്പൊ എനിക്ക് നാളെ രാവിലെ പ്രസംഗിക്കണം. നിങ്ങൾക്ക് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വരണം. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ലോക രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ അവർക്ക് പിശാചാണ് അധികാരം കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ച് നിൽക്കും. ഇവരെ ഒരുമിച്ച് നിൽക്കുന്നത് ഇസ്രായേലിനെതിരെയാണ്. കണ്ടോ, മറ സൈഡിൽ ഇസ്രായേലാണ്. ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കൈതൊടാത്ത കല്ലായി സ്തോത്രം ഭൂമിയിലേക്ക് വരുവാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യവരവ്. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ പരസ്യവരവ് അത് ഇസ്രായേലിനെ ചേർക്കാൻ വേണ്ടി വരുന്നതാണ്. ആ വരുന്നതിന് 7 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ ചേർക്കാൻ കർത്താവ് വരും. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കേണ്ടത് 7 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ 2009 2029 അല്ലേ സ്വതന്ത്രം നമ്മൾ ഈ വർഷം കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് 2027 സംഭവിക്കാൻ പോകുന്നതെങ്കിൽ 2022 കർത്താവിനെ പ്രതീക്ഷിക്കാം. 2030 സംഭവിക്കുന്നതെങ്കിൽ അടുത്ത വർഷം കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കാം. ഏത് സമയവും നമ്മുടെ കർത്താവ് എത്താം.
സംഭവങ്ങൾ ആ നിലയിൽ മാറി മറിഞ്ഞിരിക്കുന്നു. ചരിത്രം ആ നിലയിൽ മാറിത്തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ചേർക്കുവാൻ നമ്മളെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് പോകുവാൻ നമുക്കൊരുക്കമുള്ളവരായിരിക്കാം. ഇന്ന് രാത്രി മാനസാന്തര അനുഭവം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തിനായി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. യുദ്ധത്തിന്റെ ബാക്കി വിശാലത എനിക്ക് പറയാൻ സമയം എൻ്റെ മുമ്പിൽ ലഭ്യമല്ല. സ്തോത്രം. ഞാൻ വാക്കുകൾ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. മാന്യ ദൈവമക്കളെ, ഞാൻ 2-3 റൗണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും, ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്നും ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടായിരിക്കും. സഭയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിൽ നിന്നും ആ ഭാഗത്തിലൊരു വ്യക്തത നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞതിൽ നിന്നും ആ ഭാഗത്തെക്കുറിച്ചും ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിക്രമക്കാരുടെ കൂട്ടത്തിൽ നിന്ന് നരകത്തിൽ പോകുവാനാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഏതായാലും യഹൂദന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് വകുപ്പില്ല. അതോ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയ്ക്ക് പോകുവാനാണോ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി നമുക്ക് മൂടാം. കർത്താവെ, അങ്ങനെ കൈവിടരുതെന്ന് പറയുവാൻ തയ്യാറാകാം. ലോകം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ സകല സംവിധാനങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായി വളരെ വേഗത്തിൽ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൂതസംഘം മുഴുവൻ നമ്മളെ ചേർക്കുവാൻ എത്രയും വേഗം വരുവാൻ പോകുന്നു. അവർ സദാ തയ്യാറായി നിൽക്കുകയാണ്. അറ്റ് എനി ടൈം വി ക്യാൻ എക്സ്പെക്ട്. ആ കർത്താവിന്റെ വരവിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയാം. എൻ്റെ മേൽ അങ്ങയുടെ നിയോഗം ഈ രാത്രിയിൽ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പറയാം. കർത്താവെ, ഞാൻ വിശുദ്ധിക്കായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. എന്തുപേക്ഷിക്കണമെങ്കിലും ഞാൻ ഇന്ന് രാത്രിയിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറാണെന്ന് പറയാം. എൻ്റെ സ്വഭാവത്തെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പറയാം. എൻ്റെ ജീവിതത്തെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പറയാം. കർത്താവെ, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. എല്ലാവർക്കും ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം.